Praise God. ദൈവത്തിന് മഹത്വം. Let's start with the word of prayer. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. Father, we thank you, Lord, for one more Christmas, Lord. പിതാവേ, ഒരു ക്രിസ്തുമസിന് കൂടെയായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. What a great joy that you have poured out into our hearts, Lord. ഞങ്ങളുടെ Today. ഹൃദയത്തിലേക്ക് അങ്ങ് എത്ര മഹാസന്തോഷം പകർന്നിരിക്കുന്നു. While we were enemies of your kingdom, അങ്ങയുടെ രാജ്യത്തിന്റെ ശത്രുക്കൾ ഞങ്ങളായിരുന്നപ്പോൾ you saw it fitting to give your only begotten Son. അങ്ങയുടെ ഏകജാതനായ പുത്രനെ നൽകുന്നത് യോഗ്യമെന്ന് അങ്ങ് കരുതി. Lord, this Christmas is not about us, Father. കർത്താവേ, ഈ ക്രിസ്തുമസ് ഞങ്ങളെക്കുറിച്ചല്ല. It is about the great love that poured out from heaven. എന്നാൽ സ്വർഗ്ഗത്തിൽ നിന്ന് പകർന്നിരിക്കുന്ന ആ വലിയ സ്നേഹത്തെക്കുറിച്ചാകും. Not like the Old Testament manna that was given to the Israelites. ഇസ്രായേല്യർക്ക് പഴയ ഉടമ്പടിയിൽ കൊടുത്തതായിട്ടുള്ള ആ സ്വർഗീയ മന്നയല്ല. Much more greater covenant that you have established with us, Father. എന്നാൽ ഞങ്ങളുമായിട്ട് അങ്ങ് അതിനേക്കാൾ മഹത്തരമായിരിക്കുന്ന ഉടമ്പടി അങ്ങ് സ്ഥാപിച്ചിരിക്കുന്നു. That makes us stand here. അത് ഞങ്ങളെ ഇന്ന് ഇവിടെ നിർത്തുവാൻ സഹായിച്ചിരിക്കുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. So greet the person next to you and wish him a Merry Christmas. അടുത്തിരിക്കുന്ന ആളെ നിങ്ങൾ ക്രിസ്തുമസ് ആശംസിച്ചാട്ടെ. Come on, just look at the person behind. നിങ്ങളുടെ പുറകിലുള്ള ആളെ നോക്കിക്കൊണ്ട്. Hallelujah. ഹല്ലേലൂയ. You know, I want to thank God for a wonderful 2024. We are coming to the last days of 2024. 2024 അവസാന ദിവസങ്ങളിലേക്ക് നാം ആയി വരുമ്പോൾ ഈ വർഷത്തെ ഈ നല്ല വർഷത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. The Lord has really been with us in this journey. കർത്താവ് നിശ്ചയമായും ഈ യാത്രയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. Personally, for me, I have been revived in this last year. വ്യക്തിപരമായിട്ട് ഈ വർഷം എനിക്ക് ഉണർവിന്റെ വർഷമായിരുന്നു. I have enjoyed the presence of God. ദൈവ സാന്നിധ്യം ഞാൻ ഏറെ ആനന്ദിച്ചു. And for us as a church, many of you know that the Lord has helped us to give us the permission for the next phase 2. സഭയായിക്കൊണ്ട് നിങ്ങൾക്ക് പലർക്കും അറിയാം, രണ്ടാം ഘട്ടത്തിന്റെ പണിക്ക് ആവശ്യമായിരിക്കുന്ന പെർമിറ്റുകൾ നമുക്ക് ലഭിച്ചു. More than the building, God is positioning us for the vision. ഒരു കെട്ടിടത്തെക്കാൾ ഉപരിയായിട്ട് ദൈവം ദർശനത്തിന് വേണ്ടി നമ്മെ ക്രമപ്പെടുത്തുകയാണ്. The last 2 to 3 months, God has been putting into our hearts to strategize for that vision that God has given us. 2-3 മാസങ്ങളായിട്ട് ആ ഒരു ദർശനത്തിന് വേണ്ടി വീണ്ടും ചിന്തിക്കുവാനും ആസൂത്രണം ചെയ്യുവാനും എല്ലാം ദൈവം ബലപ്പെടുത്തുകയാണ്. So with a renewed vigor, He is helping us to pursue that vision. അതുകൊണ്ട് വർദ്ധിച്ചതായിട്ടുള്ള താല്പര്യത്തോടുകൂടെ ആ ദർശനത്തെ അനുഗമിക്കുവാനായിട്ട് ദൈവം താല്പര്യപ്പെടുത്തുകയാണ്. But the vision is not just for a few people, it's for all of us. എന്നാൽ ദർശനം എന്ന് പറയുന്നത് അല്പം ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. Look at the person next to you and say it's for you. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നിങ്ങൾക്കും ഉള്ളതാണെന്ന് പറഞ്ഞാട്ടെ. So how do you pursue the vision? അതുകൊണ്ട് എങ്ങനെ ഈ ദർശനത്തെ നമുക്ക് അതിൽ മുന്നേറുവാൻ കഴിയും? First two, it is like it's mandatory for everybody. ആദ്യത്തെ രണ്ടെണ്ണം എന്ന് പറയുന്നത് എല്ലാവരും നിർബന്ധമായും ചെയ്യേണ്ടതാണ്. It's pray. അത് പ്രാർത്ഥന. Tell the person next to you, you have to pray. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാട്ടെ. There is no option. അതിന് യാതൊരു മറ്റൊഴിവുമില്ല. The second is you can serve. രണ്ടാമതായിട്ട് നിങ്ങൾ ശുശ്രൂഷിക്കണം. So you don't need a title to serve. അതിന് പ്രത്യേകമായിട്ട് ഒരു പദവിയൊന്നും ആവശ്യമില്ല. How many of you have hands here? Hands. കരങ്ങളുള്ളവർ എത്ര പേരുണ്ട് ഇവിടെ? If you have hands, you can serve. കരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശുശ്രൂഷിക്കുവാൻ കഴിയും. Yesterday at the Christmas outreach in Manaviya, many people came and served. They came in the last minute, just like the parable, the last hour some people came and served. അപ്പോൾ ഇന്നലെ മാനവീയം വീഥിയിൽ പലരും വന്ന് ശുശ്രൂഷിക്കുകയുണ്ടായി. പലരും അവസാന സമയത്ത് ആ ഉപമയിൽ പറയുന്ന പോലെ അവസാന നാഴികയിലാണ് കടന്നു വന്നത്. So look at the person once more and say you have to serve. അടുത്തിരിക്കുന്ന ആളോട് ഒന്നുകൂടെ പറഞ്ഞാട്ടെ, നിങ്ങൾ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞാട്ടെ. Third is sow. If the Lord is putting into your heart, you can sow. മൂന്നാമതായിട്ട് വിതയ്ക്കുക. ദൈവം നിങ്ങൾക്ക് വിതയ്ക്കുവാനായിട്ടുള്ള ഹൃദയം നൽകുന്നുവെങ്കിൽ വിതയ്ക്കുക. The amount is not what matters. What God puts into your heart is what matters. തുകയല്ല പ്രധാനം, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ എന്തോ പറയുന്നു എന്നുള്ളതാകുന്നു പ്രധാനം. So I'm excited in the days that is leading up to 2025. അതുകൊണ്ട് 2025 ദിവസങ്ങളെ കുറിച്ച് ഞാൻ ഏറെ ആവേശത്തോടു കൂടി looking forward to the word that is going to come from God. ദൈവത്തിൽ നിന്ന് വരുന്ന വചനത്തെ കുറിച്ചും എല്ലാം ആലോചിച്ചു. So going to my message. So what was the background before the first Christmas? ഇന്നത്തെ ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ആദ്യത്തെ ക്രിസ്തുമസിന്റേതായുള്ള പശ്ചാത്തലം എന്തായിരുന്നു? Matthew 2 verse 16 to 18. മത്തായിയുടെ സുവിശേഷം 16ന്റേതായിട്ടുള്ള Matthew chapter 2 അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. The Bible says, then Herod, when he saw that he was deceived, the wise man was exceedingly angry, and he sent forth and put to death all male children who were in Bethlehem and all its districts, from 2 years old and under, according to the word which he had determined from the wise men. Then was fulfilled what was spoken by Jeremiah the prophet, who was saying, a voice is heard in Ramah, lamentation, weeping and great mourning. Rachel, weeping for her children, refused to be comforted. വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ ഒക്കെയും ബെത്ലഹേമിലും
അതിന്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു. റാമായിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു, അവർ ഇല്ലായകയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു. So this was a political background of what was happening in Israel. ഇത് ഇസ്രായേൽ നടക്കുന്ന ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പശ്ചാത്തലമായിരുന്നു. And they lived in a small town called Nazareth, a girl called Mary. അവിടെ നസറേത്ത് എന്ന ചെറിയ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മറിയ എന്ന് പറയുന്ന ഒരു യുവതി ഉണ്ടായിരുന്നു. A town where nothing good, that's what they branded the town, nothing good will come from that town. ആ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്, അവിടെ നിന്ന് നന്മ വരുമോ എന്നുള്ള ചോദ്യമാണ്. But the Bible says there was a virgin betrothed to and there was a virgin betrothed to be married to a man called Joseph. യോസേഫ് എന്ന് പറഞ്ഞ പുരുഷനോട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു കന്യക അല്ലെങ്കിൽ ഒരു യുവതി ഉണ്ടായിരുന്നു എന്ന് അവിടെ പറയുകയാണ്. I am so amazed, there was a virgin there. അവിടെ ഒരു കന്യക ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. And God saw that was good. ദൈവം അത് നല്ലതെന്ന് കണ്ടു. It was a virgin who was betrothed to a man. അവിടെ യോസേഫിന് വിവാഹ നിശ്ചയം കഴിച്ചതായിട്ടുള്ള ഒരു സ്ത്രീ. The scene in Jerusalem was something different. യെരുശലേമിന്റേതായിട്ടുള്ള ആ പശ്ചാത്തലം എന്ന് പറയുന്നത് അല്പം വ്യത്യസ്തമായി. Something similar to the time of Moses. മോശയുടെ സമയത്ത് Here was Moses, when Moses was born, children were being killed. അവിടെ മോശ ജനിച്ച സമയത്ത് അവിടെ കുഞ്ഞുങ്ങൾ അവിടെ വധിക്കപ്പെടുകയാണ്. The first male child was being killed then and now also. ആ സമയത്തും ഇപ്പോഴും ആദ്യത്തേതായിട്ടുള്ള ആ കുഞ്ഞിനെ അവിടെ കൊല്ലപ്പെടുകയാണ്. They were under the Egyptians, now Israel is under the Romans. അവർ ആ ചിന്തയിലായിരുന്നു, അതായത് ഇസ്രായേൽ ഇപ്പോൾ റോമ സാമ്രാജ്യത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. Israel was governed by an insecure ruler called Herod. ഹെരോദാവ് എന്ന് പറയുന്ന അരക്ഷിതാവസ്ഥയുള്ള ഒരു അധികാരിയായിരുന്നു ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരുന്നത്. And the background was, any news that the Messiah was being born, there would be great commotion. എന്നാൽ അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് മശിഹ വരുന്നു എന്നുള്ള എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടെങ്കിൽ അവിടെ വലിയ കോലാഹലമാണ്. The whole family can get killed. ആ ഒരു കുടുംബത്തെ മുഴുവൻ വേണമെങ്കിൽ കൊല്ലും. And in the midst of pain and suffering, ആ വേദനയുടെയും ആ കഷ്ടപ്പാടിന്റെയും മധ്യേ, in a good for nothing land, പ്രത്യേകമായിട്ട് നന്മയൊന്നും വരികയില്ല എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള ആ ദേശത്ത്, God is deciding to call a family. ദൈവം ഒരു കുടുംബത്തെ വിളിക്കുവാൻ തീരുമാനിക്കുകയാണ്. Hallelujah. Hallelujah. Today towards the end of my message I'm going to pray for families. ഇന്ന് ഈ ദൂതിന്റെ അവസാനം ഞാൻ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. Because today morning I sense God calling families, not just individuals. കാരണം ഈ പ്രഭാതത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ കേട്ടത് ദൈവം കുടുംബങ്ങളെ വിളിക്കുകയാണ്, വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയായിട്ടല്ല. And when God calls families, ദൈവം കുടുംബങ്ങളെ വിളിക്കുമ്പോൾ, those who are waiting to get married, the Lord will bring a spouse for you. വിവാഹിതരാകുവാൻ താല്പര്യപ്പെടുന്നവർക്ക് തക്കതായിട്ടുള്ള തുണയെ ദൈവം നൽകും. Hallelujah. Hallelujah. So we're going to look into the couple. അതുകൊണ്ട് നാം ഈ ദമ്പതികളുടെ കാര്യത്തിലേക്ക് നാം നോക്കുകയാണ്. You know, we were singing the song Mary, did you know? Mary, did you know എന്നുള്ള പാട്ട് നാം പാടുകയുണ്ടായി. The Mary's daughter itself sang the song. അപ്പോൾ മേരിയുടെ മകള് തന്നെയാണ് അത് പാടിയത്. So do I want to pop the question, did Mary really know? അതുകൊണ്ട് എൻ്റെ ചോദ്യം ഇതാണ്, മറിയ ശരിക്കും ഇത് അറിഞ്ഞോ? I am not talking about Mary auntie. മേരി ആന്റിയുടെ കാര്യമല്ല. Tell the person sitting next to you, did Mary really know? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാട്ടെ, മറിയ ഇത് അറിഞ്ഞോ എന്ന് ചോദിച്ചാട്ടെ. Well, something Mary knew. മറിയ എന്തൊക്കെയോ അറിഞ്ഞു, something Mary did not know. മറിയയ്ക്ക് ചിലത് അറിയുകയില്ല. Let's look into it. Luke chapter 1, 26 to 38. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 38-ാമത്തെ വാക്യം. Now in the 6th month, the angel Gabriel was sent by God to a city of Galilee named Nazareth, to a virgin betrothed to a man whose name was Joseph, of the house of David. The virgin's name was Mary. And having come in, the angel said to her, "Rejoice, highly favored one, the Lord is with you. Blessed are you among women." But when she saw him, she was troubled at his saying, considering what manner of greeting this was. And the angel said to her, "Do not be afraid, Mary, for you have found favor with God. And behold, you will conceive in your womb and bring forth a son, and shall call his name Jesus. He will be great and will be called the Son of the Highest. The Lord God will give him the throne of his father David, and he will reign over the house of Jacob forever. And of his kingdom there will not be an end." Then Mary said to the angel, "How can this be, since I do not know a man?" The angel answered and said to her, "The Holy Spirit will come upon you, and the power of the highest will overshadow you. Therefore also that Holy One who is to be born will be called the Son of God. Now indeed Elizabeth, your relative, has also conceived a son in her old age. And this is important. This now the 6th month for her,
who is called barren. For with God nothing will be impossible. Then Mary said, Behold the maidservant of the Lord, let it be to me according to your word. Then the angel departed from her. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ ആയിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞ് വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. When Mary heard the message from Gabriel, ഗബ്രിയേൽ നിന്ന് മറിയ ഈ ദൂത് കേട്ടപ്പോൾ Mary knew she needed to be a surrendered vessel before the Lord. മറിയയ്ക്ക് അറിയാമായിരുന്നു ദൈവത്തിന് മുമ്പാകെ കീഴ്പ്പെട്ട് നിൽക്കുന്ന, വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു പാത്രമാകണം താൻ എന്ന് തനിക്ക് അറിയാമായിരുന്നു. An absolute surrender is needed. പൂർണ്ണമായിട്ടുള്ള വിധേയത്വമാകുന്നു ആവശ്യമായിരിക്കുന്നത്. Mary knew God was looking for a surrendered vessel. മറിയയ്ക്ക് അറിയാമായിരുന്നു ദൈവം അന്വേഷിക്കുന്നത് വിധേയപ്പെട്ടിരിക്കുന്ന ഒരു പാത്രത്തിന് വേണ്ടി. Many times God calls us, പല സമയത്തും ദൈവം നമ്മെ വിളിക്കുന്നു. but sometimes he gives the call to the next person because the first person was not a surrendered man. എന്നാൽ പല സമയത്തും ദൈവം ആ വിളി മറ്റുള്ള അല്ലെങ്കിൽ അടുത്ത വ്യക്തിക്ക് നൽകുകയാണ്. കാരണം ആദ്യത്തെ വ്യക്തി വിധേയപ്പെട്ടിരിക്കുന്ന ഒരു പാത്രമല്ലായകയാൽ. Mary said, let it be it unto me, Lord, let it be according to your word, Lord. മറിയ പറയുകയാണ്, അങ്ങയുടെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. Can you be a surrendered vessel before the Lord? നിങ്ങൾക്കും ദൈവവും മുമ്പാകെ കീഴ്പ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു പാത്രമാകുവാൻ കഴിയുമോ? This is still the year of surrender. ഇത് നിശ്ചയമായും ഇപ്പോഴും വിധേയത്വത്തിന്റെ അല്ലെങ്കിൽ പൂർണ്ണമായി കീഴ്പ്പെടുന്ന വർഷം തന്നെയാണ്. Even though we are going to 2025 does not mean that we don't surrender. 2025 നാം പോകുന്നത് കൊണ്ട് ഇനി അങ്ങോട്ട് കീഴ്പ്പെടേണ്ടെന്ന് അർത്ഥമില്ല. Hallelujah. Hallelujah. See, the thing is, anyone can be a surrendered vessel. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ഇപ്രകാരം പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന പാത്രമാകുവാൻ കഴിയും. Everybody sitting here can be a surrendered vessel. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം മുമ്പാകെ വിധേയപ്പെട്ടിരിക്കുന്ന ഒരു പാത്രമാകുവാൻ കഴിയും. But only a few choose to surrender. എന്നാൽ അല്പം മാത്രമേ ആ തീരുമാനം എടുക്കുന്നുള്ളൂ പലരും. So can we just surrender to the Lord? നമുക്ക് ദൈവം മുമ്പാകെ സമർപ്പിക്കുവാൻ കഴിയും. See, there is no ifs and buts. അവിടെ പക്ഷേ അല്ലെങ്കിൽ അങ്ങനെ മറ്റു കാര്യങ്ങളോ കണ്ടീഷൻസ് ഒന്നുമില്ല. Let it be according to your word. അങ്ങയുടെ വാക്ക് പ്രകാരം ഭാവിക്കട്ടെ. No if condition. അവിടെ പ്രത്യേകമായിട്ടുള്ള വ്യവസ്ഥകളൊന്നുമില്ല. Nothing depending on the mood or money. അല്ലെങ്കിൽ പണം അനുസരിച്ചോ അല്ലെങ്കിൽ എന്റെ തോന്നലുകൾ അനുസരിച്ചോ ഒന്നുമല്ല. Can you say, Lord, let it be according to your word? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, കർത്താവേ അങ്ങയുടെ വാക്ക് പോലെ എനിക്ക് ഭാവിക്കാം. No, let's come have a surrendered post before the Lord. നമുക്ക് ദൈവം മുമ്പാകെ കീഴ്പ്പെട്ടിരിക്കുന്നതായിട്ടുള്ള രീതിയിലായിരിക്കാം. Whether you want to raise your hands to heaven or whether you close your eyes. നിങ്ങൾക്ക് കണ്ണുകൾ അടയ്ക്കാൻ വേണമെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ വേണമെങ്കിൽ ഉയർത്താം. Surrender before the Lord. ദൈവം മുമ്പാകെ കീഴ്പ്പെട്ടിരിക്കും. Surrender. പൂർണ്ണമായും സമർപ്പിക്കും. Every thought. സകല ചിന്തകൾ, Lord, every desire, എല്ലാ ആഗ്രഹങ്ങളും, our own ways, നമ്മുടേതായിട്ടുള്ള വഴികൾ, my own feelings, എന്റെ തോന്നലുകൾ, my past, എന്റെ കഴിഞ്ഞ കാലം, my way of doing things, ഞാൻ ചെയ്യുന്ന രീതികൾ, my thoughts, എന്റെ ചിന്തകൾ, my patterns of life, എന്റെ ജീവിത ശൈലി, I surrender before you, Lord, today. അങ്ങേക്ക് മുമ്പാകെ ഞാൻ കീഴ്പ്പെടുത്തുന്നു. Can you just vocally say that there is power in your words? നിങ്ങളുടെ വാക്കിന്മേൽ വലിയ ശക്തി ഉള്ളതിനാൽ നിങ്ങൾക്ക്
നിങ്ങൾക്കത് വായ് Can തുറന്ന് you say, പറയാമോ? I surrender, Lord? നിങ്ങൾക്ക് പറയാമോ, ഞാൻ കീഴ്പ്പെടുന്നു കർത്താവേ? If you're sitting as families, നിങ്ങൾ കുടുംബമായി ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ can you just hold hands with your family and say, Lord, I surrender? നിങ്ങൾ കരങ്ങൾ ചേർത്ത് പിടിച്ച് പറയുവാൻ കഴിയുമോ, ഞങ്ങൾ താഴ്മപ്പെടുന്നു, ഞങ്ങൾ കീഴ്പ്പെടുന്നു. As a family, we surrender. ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. We surrender as a family, Lord. ഞങ്ങൾ കുടുംബമായിട്ട് ദൈവത്തിന് My സമർപ്പിക്കുന്നു. children, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, my grandchildren, എന്റെ കൊച്ചുമക്കൾ, all of us, we surrender before the Lord. ഞങ്ങളെ Lord. എല്ലാവരും ഞങ്ങൾ സമർപ്പിക്കുന്നു. Be it to me according to your word. കർത്താവേ, അങ്ങയുടെ വാക്ക് പ്രകാരം ഞങ്ങൾക്ക് ഭവിക്കട്ടെ. I am not expecting a smooth sailing, Lord, അത് ഞാൻ വളരെ സുഖകരമായിട്ടുള്ള യാത്രയല്ല ഞാൻ but I want to ഉദ്ദേശിക്കുന്നത്. submit. എന്നാൽ എനിക്ക് കീഴ്പ്പെടണം. Hallelujah. ഹല്ലേലൂയ. So Mary knew she needed to be a surrender to the Lord. മറിയയ്ക്ക് അറിയാമായിരുന്നു താൻ വിധേയപ്പെട്ടിരിക്കുന്ന ഒരു പാത്രമാകണമെന്നുള്ളത്. But when Mary heard the news എന്നാൽ മറിയ ആ വാർത്ത കേട്ടപ്പോൾ, that she will be carrying a child, തനിക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് മനസ്സിലായപ്പോൾ Mary asked one basic question. മറിയ വളരെ സാധാരണ രീതിയിലുള്ള ഒരു ചോദ്യം ചോദിക്കുക. How can this be since I do not know a man? ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? And many of us, we want to know the how. നമ്മിൽ പലർക്കും എങ്ങനെ എന്നുള്ളത് അറിയണം. When God gives a promise, ദൈവം ഒരു വാഗ്ദത്തം നൽകുമ്പോൾ how is it going to be done? ഇത് എങ്ങനെ സംഭവിക്കും? Because right now my situation is not matching to that promise. കാരണം ഈ സമയത്ത് എന്റെ സാഹചര്യം എന്ന് പറയുന്നത് ആ വാഗ്ദത്തത്തിനനുസരിച്ചുള്ളതല്ലല്ലോ. There is a lot of gap between where I am now and where I am to be. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയും ഞാൻ ആകുവാൻ പോകുന്ന ആ വാഗ്ദത്ത പ്രകാരമുള്ള സമയവും തമ്മിൽ വലിയൊരു വിടവുണ്ട്. More the gap, more will be asked the question of how. ആ വിടവ് എത്ര അധികമാണോ അതിനനുസരിച്ച് നാം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. I have asked the question to the Lord. ഞാനും ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. How, Lord? എങ്ങനെ കർത്താവേ? Because my situation is not matching with what you are saying. കാരണം അങ്ങ് പറയുന്ന അനുസരിച്ച് ഇപ്പോൾ വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ലല്ലോ എനിക്ക്. Oh, hallelujah. Many years ago, God gave me a promise. അനേക വർഷങ്ങൾക്ക് മുമ്പാകെ ദൈവം എനിക്കൊരു വാഗ്ദത്തം നൽകി. That He told me that I'll make your speech like the speech of Moses. ഞാൻ നിന്റെ സംസാരം എന്ന് പറയുന്നത് മോശയെ പോലെ ആക്കും. At the time I was in school. ആ സമയത്ത് ഞാൻ സ്കൂളിലായിരുന്നു. Or just finished my school. ഞാൻ എന്റെ സ്കൂളിലെ പഠനം പൂർത്തിയാക്കി. And I used to stammer. എനിക്ക് ആ സമയത്ത് വിക്കുണ്ടായിരുന്നു. And I used to wonder, Lord, how is this possible? ഞാൻ ആ സമയത്ത് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവമേ ഇത് എങ്ങനെ സാധ്യമാകും? So I used to wrestle with God and ask God to heal me. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് മല്ല് പിടിച്ച് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവമേ എന്നെ സൗഖ്യമാക്കണമേ. This thing is depressing me. ഇത് എന്നെ വളരെയധികം വിഷാദത്തിലാക്കുന്നു. But the thing was, God did not heal me. എന്നാൽ ദൈവം എന്നെ സൗഖ്യപ്പെടുത്തി. But God gave me the ability to fight through the challenge. എന്നാൽ ആ പ്രതികൂലത്തിലൂടെ പൊരുതി ജയിക്കുവാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. Oh, I remember going to a doctor. ഞാൻ ഓർക്കുന്നു ഒരു ഡോക്ടറിന്റെ അടുക്കൽ ചെല്ലുകയാണ്. My parents took me to a doctor. എന്റെ മാതാപിതാക്കൾ എന്നെ ഡോക്ടറിന്റെ അടുക്കൽ കൊണ്ടുപോയി. I thought doctor will give a medicine, I'll go home and be healed. ഞാൻ ചിന്തിച്ചു ഡോക്ടർ എനിക്ക് ഒരു മരുന്ന് തരും, ഞാൻ ഭവനത്തിൽ പോയി അത് കഴിക്കുമ്പോൾ എനിക്ക് സൗഖ്യം ലഭിക്കും. But the doctor's diagnosis was, you will have this for a lifetime. എന്നാൽ ഡോക്ടറിന്റേതായിട്ടുള്ള വിധി ഇതായിരുന്നു, നിനക്ക് ജീവിതകാലം മുഴുവൻ ഇതുണ്ടാകും. And my heart sang and I began to accept that. എന്റെ ഹൃദയം ഏറെ വിഷാദിച്ചു, ഞാൻ അത് സ്വീകരിക്കുകയും ചെയ്തു. But the doctor said, but എന്നാൽ ഡോക്ടർ പറയുകയാണ്, എന്നാൽ you can fight through it. നിനക്ക് ഇതിനെ പൊരുതുവാൻ കഴിയും. Hallelujah. ഹല്ലേലൂയ. I remember those days were difficult. ഞാൻ ഓർക്കുന്നു ആ ദിവസങ്ങൾ ഏറെ കഷ്ടമുള്ളതായി. And certain words which I would start would have stammering. ചില വാക്കുകൾ ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ അവിടെ വിക്കുണ്ടാവും. And my hometown, when I get into a bus, I can't say the word because I would stammer. ഞാൻ എന്റെ ഭവനത്തിൽ അല്ലെങ്കിൽ എന്റെ ആ പട്ടണത്തിൽ തന്നെ ഞാൻ ബസ്സിൽ കയറുമ്പോൾ എനിക്ക് എവിടെ ഇറങ്ങണമെന്നൊന്നും പറയാൻ കഴിയുന്നില്ല, കാരണം ആ വിക്കുള്ളത് കൊണ്ട്. Because of embarrassment, I used to tell the stop before or stop after and walk back home. അപ്പോൾ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം പറയാൻ പറ്റാത്തത് കൊണ്ട് അതിന്റെ വിഷമം കാരണം അതിന് ഒന്നെങ്കിൽ മുമ്പത്തെ സ്റ്റോപ്പോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള സ്റ്റോപ്പിലോ ഇറങ്ങിയിട്ട് ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കുമായിരുന്നു. But today when I look back, എന്നാൽ ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ I see the grace of God. ഞാൻ ദൈവത്തിന്റെ കൃപ കാണുന്നു. Seriously, let me tell you, I don't know how I'm standing here. എനിക്ക് അറിയുകയില്ല ഞാൻ നിങ്ങളോട് പറയട്ടെ ഇവിടെ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത്. What God is the God of the how. എന്നാൽ ദൈവം എന്ന് പറയുന്നത് എങ്ങനെ എന്നുള്ളതിനെ ജയിക്കുന്ന ദൈവമാകുന്നു. I thought God, one touch I'm fall down to the ground and be healed. ഞാൻ ചിന്തിച്ചു ദൈവം എന്നെ ഒന്ന് തൊടുമ്പോൾ ഞാൻ താഴെ വീഴും, എന്നിട്ട് ഞാൻ സൗഖ്യമാകും. But that was not the God of the how. എന്നാൽ ദൈവം അതല്ല എങ്ങനെ എന്നുള്ളതിൽ ചിന്തിച്ചത്. The God of the how wanted me to fight through it. എന്നാൽ ദൈവം എങ്ങനെ എന്നുള്ളതിന്റെ ഉത്തരമായിട്ട് ഞാൻ പൊരുതേണമെന്ന് ദൈവം ചിന്തിച്ചു. Come out as a warrior. ഞാൻ ഒരു യോദ്ധാവായി ജയിക്കുവാനായി. The God, angel just says one thing. അപ്പോൾ ഇവിടെ ദൂതൻ പറയുന്നത് ഒരു കാര്യമാണ്. He doesn't tell how.
എങ്ങനെയെന്ന് പറയുന്നില്ല. He just says the Holy Spirit. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു. And he just says with God nothing is impossible. ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല എന്ന് I പറയുന്നു. know when you are thinking about the how, നിങ്ങൾ എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ today I want to tell to you the answer is the Holy Spirit. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉത്തരം പരിശുദ്ധാത്മാവാകും. Oh, hallelujah. When he comes upon you, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ there is a transformation. അവിടെ വലിയൊരു രൂപാന്തരം സംഭവിക്കും. There is a boldness. അവിടെ വലിയൊരു ധൈര്യം ഉണ്ടാകും. Hallelujah. Hallelujah. Oh, that you are going to be a changed man or woman. നിങ്ങൾ പൂർണ്ണമായും മാറ്റപ്പെടുന്ന ഒരു പുരുഷനോ സ്ത്രീയോ ആകുവാൻ പോകുന്നു. So God can work in different ways. ദൈവത്തിന് വ്യത്യസ്തമായുള്ള വഴികളിൽ പ്രവർത്തിക്കുവാൻ കഴിയും. The thing is that you are looking at the other person and what God has worked in that person, you are thinking God is going to do that for you now. നിങ്ങൾ ആ വ്യക്തിയിൽ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നോക്കി ഇത് ചെയ്യുമോ എന്ന് ചിന്തിച്ചാണ് പലപ്പോഴും ഇരിക്കുന്നത്. But God is the God of the how. എന്നാൽ ദൈവം എന്ന് പറയുന്നത് എങ്ങനെ എന്നുള്ളതിന്റെ ദൈവമാകുന്നു. His how for you is different from the how he has for the person next to you. നിങ്ങളുടെ അടുത്തുള്ള വ്യക്തിയിൽ ദൈവം പ്രവർത്തിക്കുന്നതും നിങ്ങളിൽ പ്രവർത്തിക്കുന്നതും വളരെ വ്യത്യസ്തമായിരിക്കാം. Mary did not know all the how. മറിയയ്ക്ക് എങ്ങനെ എന്നുള്ളത് മുഴുവൻ അറിയുകയില്ലായിരുന്നു. And God didn't give all the details to Mary. അതോടൊപ്പം തന്നെ ദൈവം ഈ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങളൊന്നും മറിയയ്ക്ക് നൽകിയില്ല. When God is promising you something, ദൈവം ചിലത് നിങ്ങളോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ don't waste your time asking God for the details. ദൈവത്തോട് അതിന്റെ അധികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച സമയം പാഴാക്കരുത്. Believe in the promise. നിങ്ങൾ ആ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുക. Because God is the God of the how. കാരണം ദൈവം എന്ന് പറയുന്നത് ഈ എങ്ങനെ എന്നുള്ളൊരു ദൈവമാകും. When the nation Israelites were in bondage, ഇസ്രായേല്യർ അവർ പ്രവാസത്തിലായിരുന്നപ്പോൾ when God said, "I'll going to give you a promised land," ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു വാഗ്ദത്ത ദേശം നൽകും. but they saw the Red Sea. എന്നാൽ അവർ ചെങ്കടൽ കണ്ടപ്പോൾ Now they're thinking how. അവർ ചിന്തിക്കുകയാണ് എങ്ങനെ. But God's way was splitting the Red Sea. എന്നാൽ ദൈവത്തിൻ്റെതായുള്ള വഴി എന്ന് പറയുന്നത് ആ ചെങ്കടൽ പിളർക്കുക എന്നുള്ളതായിരുന്നു. Now if I go back to the Red Sea and I say, "God, do that," എന്നാൽ ഞാനിപ്പം ചെങ്കടലിന്റെ അടുത്ത് പോയിട്ട് ദൈവമേ അതൊന്ന് ചെയ്യണമേ എന്ന് പറഞ്ഞാൽ, but God may say, "I want you to take a flight and go." ദൈവം ഒരുപക്ഷെ പറയുമായിരിക്കാം, നീ ഫ്ലൈറ്റ് എടുത്ത് ഇതിന്റെ മുകളിൽ കൂടെ See, the God of how is different. ദൈവത്തിന്റെ എങ്ങനെ എന്നുള്ളത് വ്യത്യസ്തമാകുവാൻ കഴിയും. Let me tell you, God has infinity ways to fulfill the promise that He has ഞാൻ given to you. നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ ദൈവത്തിന് അനന്തമായ സാധ്യതകളുണ്ട്. His ways are infinity. ദൈവത്തിൻ്റെതായുള്ള വഴികൾ അവർണ്ണനീയമാകും. Hallelujah. 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 Mary did not know everything, മറിയയ്ക്ക് സകലതും അറിയുകയില്ലായിരുന്നു. but Mary knew enough to have faith. എന്നാൽ വിശ്വസിക്കുവാൻ തക്കവണ്ണമുള്ളത് മറിയയ്ക്ക് അറിയാം. I want to tell you, you need to know enough to have faith. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് വിശ്വസിക്കുവാൻ തക്കവണ്ണമുള്ളത് അറിഞ്ഞാൽ We needn't know everything, നമുക്ക് സകലതും അറിയേണ്ട ആവശ്യമില്ല. but I want to assure you, you have somebody who knows everything. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, സകലതും അറിയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ട്. Hallelujah. 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 Your willingness to let go of the how shows the level of trust that you have with God. എങ്ങനെ എന്നുള്ള ആ കാര്യം നിങ്ങൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ അത് നിങ്ങളുടെ വിശ്വാസത്തെ കാണിക്കുന്ന ഒരു സൂചികയാണ്. True trust means surrendering to the unrevealed how of God. ശരിയായിട്ടുള്ള ആ വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെ എന്നുള്ളത് ദൈവം മറച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ പോലും ദൈവത്തിന് സമർപ്പിക്കുന്നതായിട്ടുള്ള മനോഭാവമാകുന്നു. I want to repeat that, it's a little deep. True trust means surrendering to the unrevealed how of God. ശരിയായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് ദൈവം മറച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തിയിട്ടില്ലാത്തതായിട്ടുള്ള ആ എങ്ങനെ എന്നുള്ള കാര്യത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നതാകുന്നു. Sometimes God keeps things away from us, not because He's against us, but He's keeping it for us. ചില സമയത്ത് ദൈവം ചില കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നത് ദൈവം നമുക്ക് പ്രതികൂലമായതുകൊണ്ടല്ല, എന്നാൽ ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാകും. How many of you have title deeds in your home? എത്ര പേർക്ക് നിങ്ങളുടെ വീട്ടിൽ I knew this, nobody will raise their hands. ആരും നിങ്ങൾ കാര്യം പൊക്കത്തില്ലെന്ന് എനിക്കറിയാം. You don't have any title deed, car, RC book, anything? കാറോ RC ബുക്ക്? Pastor Jiji, I can see a lot of cars. No. ഇവിടെ ഒരുപാട് കാർ ഉണ്ടെന്നറിയാം. Is it for your children? അത് നിങ്ങളുടെ മക്കൾക്കുള്ളതാണോ? Is it for your children, little children? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ളതാണോ? Would you give it to them? അതിപ്പോൾ നിങ്ങൾ കൊടുക്കുമോ? Would you give it to them, the title deed? ആധാരം നിങ്ങൾ കൊടുക്കുമോ? But it's for them, right? എന്നാൽ അവർക്കുള്ളതാണല്ലേ? So why you don't give it now? എന്തുകൊണ്ട് അവർക്ക് ഇപ്പോൾ കൊടുക്കുന്നില്ല? You're keeping it you're not keeping it away because you're against it. You're keeping it away for them. അവരോട് നിങ്ങൾ പ്രതികൂലത്തിലായിരിക്കുന്നത് കൊണ്ടല്ല നിങ്ങൾ അത് മാറ്റി വെച്ചിരിക്കുന്നത്, എന്നാൽ നിങ്ങൾ അവരുടെ പക്ഷത്തായിരിക്കുന്നത് കൊണ്ടാകുന്നു അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. You're keeping it for the right time. നിങ്ങൾ ആ ശരിയായിട്ടുള്ള സമയത്തിന് വേണ്ടി അത് ക്രമീകരിച്ച് വെച്ചിരിക്കുകയാകും. And in the right time God wants to reveal the how also.
തക്ക സമയത്ത് ദൈവത്തിന് എങ്ങനെ ദൈവം അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. Can you trust the God? നിങ്ങൾക്ക് ദൈവത്തെ വിശ്വസിക്കുവാൻ കഴിയുമോ? Many times we want the how because we want control. പല സമയത്തും നമുക്ക് എങ്ങനെ എന്നുള്ളത് അറിയണം, കാരണം നമുക്കത് നിയന്ത്രിക്കുവാൻ താല്പര്യമാണ്. Just trust that God is there. ദൈവം കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ. Hallelujah. 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 So Mary did not know the details, the how. അതുകൊണ്ട് എങ്ങനെ എന്നുള്ളതിന്റെ വിശദാംശങ്ങളൊന്നും മറിയയ്ക്ക് അറിയുകയില്ല. God just said one thing. അത് ദൈവം ഒരു കാര്യം പറഞ്ഞു, The Holy Spirit. പരിശുദ്ധാത്മാവ്. With God, nothing is impossible. ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. Hallelujah. Hallelujah. When the Holy Spirit comes to you in your life, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ what is impossible suddenly becomes possible. അസാധ്യമെന്ന് കരുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാകുവാൻ That തുടങ്ങും. difficult subject that you have, നിങ്ങൾക്ക് ആ പ്രയാസപ്പെട്ട ആ വിഷയം suddenly there is a grace to learn it. അതിൽ ജയിക്കുവാനായിട്ട്, അത് പഠിക്കുവാനായിട്ടുള്ള കൃപ ലഭിക്കുന്നു. Hallelujah. Hallelujah. Many people have told me, പല വ്യക്തികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, when the Holy Spirit came, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ until then I didn't have a confidence to drive my car. അതുവരെ എനിക്ക് ഡ്രൈവ് ചെയ്യുവാനായിട്ട് ഒരു ഉറപ്പില്ലായിരുന്നു. I can understand that because of the condition of some of the roads, the traffic. ചില റോഡുകളുടെ അല്ലെങ്കിൽ ആ ട്രാഫിക്കിന്റെ എല്ലാം കാരണം നമുക്ക് അത് മനസ്സിലാക്കാൻ But കഴിയും. when the Holy Spirit come, എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ what was impossible suddenly became possible for that person. അസാധ്യമെന്ന് കരുതിയ കാര്യം ആ വ്യക്തിക്ക് വളരെ സാധ്യമായി സംഭവിച്ചു. Hallelujah. Hallelujah. I don't know how, എങ്ങനെയെന്ന് but എനിക്കറിയുകയില്ല. He works it. Hallelujah. എന്നാൽ ദൈവം അത് ചെയ്യുന്നു. Mary did not know the cost of discipleship. മറിയയ്ക്ക് അറിയുകയില്ലായിരുന്നു ഈ ശിഷ്യത്വത്തിന് നൽകേണ്ടി വരുന്നതായിട്ടുള്ള വില. For Mary, the first Christmas was not really Merry Christmas. അപ്പോൾ മറിയയെ സംബന്ധിച്ച് ആദ്യത്തെ ക്രിസ്തുമസ് എന്ന് പറയുന്ന വലിയ സന്തോഷമുള്ള ക്രിസ്തുമസ് അല്ലായിരുന്നു. It was tough times. അത് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. We sing the song every Christmas, Silent Night, Holy Night. നാം പലപ്പോഴും എല്ലാ ക്രിസ്മസിനും പാടുന്നതായിട്ടുള്ള ആ പാട്ടാണ് സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ്. I am yet to hear about a maternity ward that is silent. എന്നാൽ ഇപ്പോഴും ഒരു പ്രസവത്തിൻ്റെതായിട്ടുള്ള വാർഡ്, അത് വളരെ നിശബ്ദമായിരിക്കുന്ന വാർഡ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. She must have been in a lot of pain. ഒരുപാട് വേദനയിലായിരുന്നിരിക്കണം. Young unmarried girl had to carry a baby in the womb. വിവാഹിത അല്ലാത്തതായിട്ടുള്ള യുവതിക്ക് ഇപ്രകാരം ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കേണ്ടി വരുന്നത്. It was a tough first Christmas for Mary and Joseph. മറിയയും യോസെഫിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ആദ്യത്തെ ക്രിസ്തുമസ്. According to the Mosaic law, if a woman is carrying a baby out of wedlock, she is fit to be stoned to death. മോശയുടേതായിട്ടുള്ള ന്യായപ്രമാണം അനുസരിച്ച് ഒരു സ്ത്രീ വിവാഹിതയാകാതെ കുഞ്ഞിനെ ഗർഭം ധരിക്കുക അല്ലെങ്കിൽ കുഞ്ഞുണ്ടാകുന്നു എന്നുള്ള സാഹചര്യമാകുന്നുവെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതായിട്ടുള്ള ന്യായവിധിയാണ്. Listen to me, Christ in her womb was the cross that she was carrying. എന്നാൽ ക്രിസ്തു എന്ന് പറയുന്നത് തന്റെ ഉദരത്തിലുള്ള ക്രിസ്തു മറിയ ചുമന്നതായിട്ടുള്ള കുരിശായിരുന്നു. She was putting her life at stake. ആ ഒരു വാഗ്ദത്തത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി തന്റെ ജീവൻ പോലും താൻ അവിടെ പ്രയാസത്തിലേക്ക് കൊണ്ടുവരികയാണ്. In Luke 2 verse 1 to 7. ലൂക്കോസിന്റേതായിട്ടുള്ള സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യം. A decree is going from Caesar Augustus. കൈസറുടേതായിട്ട് ഒരു ആജ്ഞ പുറപ്പെട്ടു. And in verse 6. 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്. So it was that while they were there, the days were completed for her to be delivered. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. So she had to go through the full, no supernatural miracle, nothing. അവിടെ അമാനുഷികമായിട്ടുള്ള അത്ഭുതമോ അതൊന്നും സംഭവിച്ചില്ല. And she brought forth her firstborn son, wrapped in swaddling clothes, laid him in a manger, because there was no room for them in the inn. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. Nobody gave a plum cake to Mary and Joseph. മറിയയ്ക്കും ജോസഫിനും ആരും പ്ലം കേക്ക് ഒന്നും കൊടുത്തില്ല. No Christmas trees. അവിടെ ക്രിസ്മസ് ട്രീ ഒന്നുമില്ലായിരുന്നു. No greeting cards. അവിടെ ഗ്രീറ്റിംഗ് കാർഡ്സ് ഇല്ലായിരുന്നു. No palace for a king of kings to be born. അവിടെ രാജാധിരാജന് ജനിക്കുവാനായിട്ട് വലിയ കൊട്ടാരമോ ഒന്നുമില്ല. A king that is coming to die. എന്നാൽ മരിക്കുവാൻ വേണ്ടി വരുന്ന ഒരു രാജാ. A king that is born for the cross. ക്രൂശിന് വേണ്ടി ജനിച്ചിരിക്കുന്ന രാജാ. Mary had no clue that her son would die one day. മറിയയ്ക്ക് തനിക്ക് ഒരു ചിന്തയും ഇല്ലായിരുന്നു, അതായത് തന്റെ മകൻ ഒരു ദിവസം മരിക്കാൻ പോവുകയാണ്. Mary did not have her mother to help her in the delivery. തന്റെ പ്രസവ സമയത്ത് ശുശ്രൂഷിക്കുവാനും സഹായിക്കാനും തന്റെ അമ്മയൊന്നും മറിയയുടെ കൂടെ ഇല്ലായിരുന്നു. And if you look in the history of Israelites, they had midwives to help. ഇസ്രായേലിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്രകാരം അവർക്ക് സൂതികർമ്മിണികൾ
ഉണ്ടായിരുന്നു. The Bible doesn't say that she had a midwife. അപ്പോൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല മറിയയെ സംബന്ധിച്ച് അങ്ങനെ ഒരു സഹായം ഉണ്ടായിരുന്നു എന്നുള്ളത്. They say the travel was around 4 days. 4 ദിവസത്തെ യാത്രയെക്കുറിച്ച് പറയുകയാണ്. And there's a time when she was to deliver the baby, she had to travel. തനിക്ക് പ്രസവത്തിൻ്റെതായിട്ടുള്ള സമയത്ത് 4 ദിവസത്തോളം യാത്ര ചെയ്യേണ്ടി വന്നു. Today, even in the most modern world, many women want to travel like that. ഇന്ന് ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ന് സ്ത്രീകൾ അപ്രകാരം യാത്ര ചെയ്യുകയില്ല. Mary had to put her life on the line. മറിയയ്ക്ക് തന്റെ ജീവിതം തന്നെ ഇപ്രകാരം ഒരു കഷ്ട സാഹചര്യത്തിൽ കൊണ്ടുവരേണ്ടി വന്നു. Your willingness to let go of your life will assure the next move of God. നിങ്ങളുടേതായിട്ടുള്ള ജീവിതം നിങ്ങൾ എത്രമാത്രം ദൈവത്തിന് നൽകുവാൻ തയ്യാറാണോ അത് ദൈവത്തിന്റെ അടുത്ത ചലനത്തെ അത് വേഗപ്പെടുത്തും. See, God is not asking Mary, can you rent the womb for 10 months? മറിയ ഒരിക്കലും ദൈവം മറിയോട് ചോദിക്കുകയല്ല നിന്റെ ആ ഉദരം അല്ലെങ്കിൽ നിന്റെ ഗർഭപാത്രം ഒരു 10 മാസത്തേക്ക് വാടകയ്ക്ക് തരാമോ. God is asking, can you bear the next move of God that will impact generations? എന്നാൽ അടുത്ത തലമുറകളിലേക്കുള്ള ദൈവത്തിന്റെ ചലനം നിനക്ക് സ്വീകരിക്കുവാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. It was a very tough night for Mary and Joseph. മറിയയ്ക്കും യോസേഫിനെ സംബന്ധിച്ച് വളരെ പ്രയാസകരമായ യാത്രയായിരുന്നു. There was a cost of discipleship. അത് അവിടെ ശിഷ്യത്വത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ വില കൊടുക്കേണ്ടി വരികയാണ്. The salvation is easy. രക്ഷ എളുപ്പമാണ്. But the discipleship is costly. എന്നാൽ ശിഷ്യത്വം എന്ന് പറയുന്നത് വില കൊടുക്കേണ്ടി വരും. And you have to even give your very lives if needed. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതം തന്നെ ആ ശിഷ്യത്വത്തിന് വേണ്ടി നൽകേണ്ടി വരാം. I am wondering what is it, the story that Holy Spirit has made me pregnant. How many of you in today's terms will believe that? ഇന്ന് ഇപ്രകാരം ആ കഥ അല്ലെങ്കിൽ ആ വാക്യം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ ആർക്ക് വിശ്വസിക്കുവാൻ കഴിയും ഇന്നത്തെ കാലത്താണെങ്കിൽ പോലും. I am thinking in those days what she would have told her parents and she would have told her relatives or friends. ഞാൻ ചിന്തിക്കുകയാണ് ആ കാലത്ത് മറിയ തന്റെ മാതാപിതാക്കളോട് തന്റെ ബന്ധുക്കളോട് തന്റെ സുഹൃത്തുക്കളോടൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ടാകാം. Nazareth was a small town. The news would have spread like wildfire. നസറത്ത് ആണെങ്കിൽ ഒരു ചെറിയ പട്ടണമാണ്. ഈ വാർത്ത അവിടെ ഒരു തീ പോലെ പടർന്നിട്ടുണ്ടാകാം. I want to put the whole family reputation was at stake. അവിടെ ആ കുടുംബത്തിൻ്റെതായിട്ടുള്ള ആ സൽകീർത്തി എല്ലാം തകർന്നു പോയിട്ടുണ്ടാകാം. Today you and I are saying Merry Christmas because somebody was willing to suffer 2000 years ago. ഇന്ന് ഞാനും നിങ്ങളും മെറി ക്രിസ്മസ് സന്തോഷത്തോടെയുള്ള ക്രിസ്മസ് എല്ലാം ആശംസിക്കുവാൻ കാരണം ആരോ തന്റേതായിട്ടുള്ള ജീവിതത്തെ ശിഷ്യത്വത്തിന് വേണ്ടി വില കൊടുത്തതുകൊണ്ടാകുന്നു. Another family they had no inn. They had to lay the baby in a manger. മറ്റ് ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് സ്ഥലമില്ലായകയാൽ ഒരു പശുത്തൊട്ടിയിൽ കുഞ്ഞിനെ കിടത്തുകയാണ്. Hallelujah. Hallelujah. Mary did not know the cost of discipleship. മറിയയ്ക്ക് അറിയുകയില്ലായിരുന്നു ഈ ശിഷ്യത്വത്തിന് വേണ്ടി കൊടുക്കേണ്ടി വരുന്ന വിലയെ. But in the journey she realized. എന്നാൽ ആ യാത്രയിൽ തനിക്കത് മനസ്സിലായി. When we say yes to God, നാം ദൈവത്തോട് ഉവ്വ് എന്ന് പറയുമ്പോൾ we may not know everything. നമുക്ക് എല്ലാം അറിയുകയില്ലായിരിക്കും. But I want to tell to you, എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, as we journey with God, നാം ദൈവത്തോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ we will realize it will cost everything. നമുക്ക് മനസ്സിലാകും സകലതും അത് വിലയായി കൊടുക്കേണ്ടി വരും. Hallelujah. Hallelujah. We will let go of our thoughts, നമ്മുടെ ചിന്തകൾ നാം വിട്ടുകൊടുക്കേണ്ടി വരും. our feelings, നമ്മുടേതായുള്ള തോന്നലുകൾ, our the bitterness, the unforgiveness. നമ്മുടെ കയ്പ്, നമ്മുടെ ക്ഷമിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, We want to let go of it. അതെല്ലാം നമുക്ക് Can വിട്ടുകൊടുക്കേണ്ടി we take a few minutes? നമുക്ക് അല്പസമയം എടുക്കാം. Hallelujah. Hallelujah. To just let go of some things that we are holding on. നിങ്ങൾ ഇന്ന് മുറുകെ പിടിച്ചിരിക്കുന്ന ആ കാര്യങ്ങളെ വിട്ടുകൊടുക്കുവാനാണ്. Hallelujah. Hallelujah. God wants you to pay the price നിങ്ങൾ വില കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. of walking with Him. യേശുവിനോട് കൂടെ നടക്കുന്നത്. Salvation is free, രക്ഷ സൗജന്യമാണ്. but discipleship is costly. എന്നാൽ ശിഷ്യത്വത്തിന് ഒരു വില കൊടുക്കേണ്ടി വരും. It is doing what God has told you to do. ദൈവം പറഞ്ഞിരിക്കുന്നത് ചെയ്യുക എന്നുള്ളതാകുന്നു അത്. Can you just say, Lord, yes? ദൈവത്തോട് ഉവ്വെന്ന് പറയാമോ? Yes. ഉവ്വെന്ന് പറയാമോ? If you want to be a disciple of the Lord Jesus, യേശുക്രിസ്തുവിന് ശിഷ്യരാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, I'm not talking about the past, ഞാൻ കഴിഞ്ഞ കാലത്തെക്കുറിച്ചല്ല ചോദിക്കുന്നത്. but if you are making a decision today, എന്നാൽ ഇന്ന് നിങ്ങൾ ആ തീരുമാനം എടുക്കുകയാണെങ്കിൽ, can you as a step of faith, can you just raise your hand up? ഒരു വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ചുവട് എന്നുള്ള പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിന്റെ അടയാളമായിട്ട് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തുവാൻ കഴിയുമോ? I am not promising bed of roses for you. ഞാൻ നിങ്ങൾക്ക് ഒരു റോസപ്പൂവിൻ്റെതായിട്ടുള്ള കിടക്കയൊന്നും ഞാൻ വാഗ്ദത്തം ചെയ്യുന്നില്ല. I'm just saying that it will cost everything. ഞാൻ നിങ്ങളോട് പറയുന്നത് അതിനുവേണ്ടി ഒരുപക്ഷെ നിങ്ങൾ സകലതും നൽകേണ്ടി വരും. But it is worth. എന്നാൽ അത് നിശ്ചയമായും അത് വിലയുള്ള കാര്യമാകുന്നു. Thank you, Lord. Hallelujah. Father, we pray.
പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. And everybody who has, Lord, has committed to walk with you. കർത്താവേ അങ്ങയോടുകൂടെ നടക്കുവാനായിട്ട് ആരെല്ലാം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു. It doesn't matter what happened till yesterday. ഇന്നലെ വരെ എന്ത് സംഭവിച്ചു എന്നുള്ളത് വിഷയമല്ല. Stir in our desire, Lord, to be your disciple. കർത്താവേ അങ്ങയുടെ ശിഷ്യരാകുവാനായിട്ടുള്ള ആഗ്രഹം ഞങ്ങളുടെ അകത്ത് ഇളക്കണമേ. Stir in us, Lord, a desire to be on fire for the Lord. ഞങ്ങളുടെ അകത്ത് യേശുവിന് വേണ്ടി തീയോടുകൂടി ആയിരിക്കാനുള്ള ആഗ്രഹം ഇളക്കണമേ. Oh, fill them with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. Change us, Lord, today. ഞങ്ങളെ ഇന്ന് മാറ്റണമേ. Lord, give us the Holy Spirit, fullness of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഞങ്ങൾക്ക് നൽകണമേ. Let the word of God speak to us. ദൈവത്തിന്റെ വചനം ഞങ്ങളോട് ഇടപെടട്ടെ. Let there be the desire for the word of God. അത് ഞങ്ങൾക്ക് വലിയ ആഗ്രഹം ദൈവത്തിൻ്റെതായിട്ടുള്ള വചനത്തോട് ഉണ്ടാകട്ടെ. As Mary said, let it be according to your word, unto me according to your word, Lord. മറിയ പറഞ്ഞതുപോലെ അങ്ങയുടെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. Thank you, Jesus. നന്ദി യേശുവേ. Hallelujah. ഹല്ലേലൂയ. Thank you, Lord. നന്ദി കർത്താവേ. Mary and Joseph did not know that they have to face seasons of uncertainty. മറിയയ്ക്കും യോസെഫിനും അറിയുകയില്ലായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒന്നും അറിയാത്തതായിട്ടുള്ള ഒരുപാട് അറിവില്ലായ്മകളുടേതായിട്ടുള്ള കാലങ്ങളിലേക്ക് അവർക്ക് പ്രവേശിക്കേണ്ടി വരുമെന്നുള്ളത്. Maybe 10 months before giving birth, the angel Gabriel appeared to Mary. ഇപ്രകാരം കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പാകെ 10 മാസത്തിന് മുമ്പാകെ അവിടെ ഗബ്രിയേൽ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. It was days and months of uncertainty. അതിനുശേഷം എത്രയോ മാസങ്ങൾ ദിവസങ്ങളുടേതായിട്ടുള്ള ഇപ്രകാരം എന്തടുത്തത് എന്ന് ആകാംക്ഷയുള്ള ദിവസങ്ങളാണ്. Joseph had to cancel the betrothal and then come again back together. യോസെഫിനാണെങ്കിൽ ആ വിവാഹ നിശ്ചയത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് വീണ്ടും മടങ്ങി വരേണ്ടതായിട്ടുള്ള സാഹചര്യത്തിലേക്ക്. Then Mary delivered the baby. മറിയ കുഞ്ഞിനെ പ്രസവിച്ചു. No end, they put it on a manger. അതിനുശേഷം പശുത്തൊട്ടിയിൽ കിടത്തി. Persecution broke out. അവിടെ വലിയ പീഡനത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു. The angel appeared to Joseph and Mary. അവിടെ ദൂതൻ മറിയയ്ക്കും യോസെഫിനും പ്രത്യക്ഷപ്പെടുകയാണ്. And they went to Egypt. അവർ മിസ്രൈമിലേക്ക് പോവുകയാണ്. Hallelujah. Many months and years of uncertainty. എത്രയോ മാസങ്ങളുടെയും വർഷങ്ങളുടെയുമായിട്ടുള്ള അപ്രകാരം വലിയ ആകാംക്ഷയുള്ളതായിട്ടുള്ള ദിനങ്ങളും മാസങ്ങളും. Mary and Joseph had to live in the fire of uncertainty. മറിയയും യോസെഫ് എന്ന് പറയുന്നത് അടുത്തത് എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഉള്ള ആ തീയിൽ ജീവിക്കേണ്ടതായി വന്നു. See, the thing is, Jesus with them didn't mean no season of uncertainty. യേശു അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാം തെളിവായിട്ടിരിക്കുന്നു എന്നുള്ള സാഹചര്യം അല്ലായിരുന്നു. All of us like things going smooth. നമുക്കെല്ലാവരുടെയും ആഗ്രഹം എല്ലാ കാര്യങ്ങളും വളരെ നന്നായി പോകുക എന്നുള്ളതാണ്. Even the Son of God faced many seasons of uncertainty. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവപുത്രൻ പോലും ഇപ്രകാരം ആകാംക്ഷ നിറഞ്ഞ പ്രയാസങ്ങൾ നിറഞ്ഞ എത്രയോ ദിവസങ്ങൾ കടന്നു പോകേണ്ടി. No place for the King of Kings to be born. രാജാതിരാജന് ജനിക്കുവാൻ സ്ഥലമില്ല. Having a Son of God being born with great promise, but no place. വലിയ വാഗ്ദത്തങ്ങളെല്ലാം നൽകിക്കൊണ്ടാണ് വന്നത്, എന്നാൽ സ്ഥലമില്ല ജനിക്കുവാൻ. And politically, Herod was looking to kill all the male children. എന്നാൽ രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ അവിടെ ഹെരോദാവ് സകല ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ നോക്കുകയാണ്. In the midst of uncertainty. ഈ വലിയ ചിന്തകളുടെ ഇടയിലെല്ലാം What is uncertainty? എന്താകുന്നു ഈ അൺസർട്ടനിറ്റി എന്ന് പറയുമ്പോൾ? It is a season where you do not know about the future. അവിടെ എന്ന് പറയുന്നത് ഭാവിയെക്കുറിച്ച് എന്ത് എന്ന് അറിയാതിരിക്കുന്ന സാഹചര്യങ്ങൾ. See, our brain is wired like things work in a routine. നമ്മുടേതായിട്ടുള്ള മസ്തിഷ്കം അതിനെ ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാം ഒരേ രീതിയിൽ അല്ലെങ്കിൽ പതിവ് രീതിയിൽ ചെയ്യുന്ന രീതിയിലാകുന്നു. The brain relaxes when it has to do a thing of routine. നമ്മുടേതായിട്ടുള്ള ആ മസ്തിഷ്കം എന്ന് പറയുന്നത് നാം ഒരു റുട്ടീനിൽ ഒരു പതിവ് ശൈലിയിൽ ചെയ്യുകയാണെങ്കിൽ അതിന് ആശ്വാസവും സ്വസ്ഥതയും ലഭിക്കും. Suddenly a routine it's broken. Suddenly the brain has to figure out what it is to do. എന്നാൽ പെട്ടെന്ന് ആ ശൈലിയിൽ നിന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മസ്തിഷ്കം ചിന്തിക്കുകയാണ് ഇനി അടുത്തത് എന്ത് ചെയ്യണം. For Mary and Joseph there was nothing like going to office in the morning, coming back. It was months and years of uncertainty. എന്നാൽ മറിയയും യോസഫിനെ സംബന്ധിച്ച് അങ്ങനെ രാവിലെ ഓഫീസിൽ പോകണം എന്നൊന്നുമില്ല. എന്നാൽ എത്രയോ മാസങ്ങളുടേതായുള്ള അനിശ്ചിതത്വമായിരുന്നു. I want to tell you, anyways we don't know our future. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തായാലും നമ്മുടെ ഭാവി നമുക്ക് അറിയുകയില്ല. Things are going very smooth to me for my life. കുറെ കാര്യങ്ങളെല്ലാം വളരെ സുഖമായിട്ട് പോകുന്നല്ലോ. From my first standard onwards. 1ാം ക്ലാസ് തൊട്ട് we began to live together as a family. My dad was abroad. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ 1ാം ക്ലാസ് തൊട്ട് കാര്യങ്ങളെല്ലാം സുഖമായിട്ട് പോവുകയായിരുന്നു. എൻ്റെ പിതാവ് പുറത്ത് വേറൊരു ദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. 2nd standard, 3rd standard, 4th standard, 5th standard. അങ്ങനെ 2ാം തരം 3ാം തരം അങ്ങനെ 5ാം തരം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. And then suddenly എന്നാൽ പെട്ടെന്ന് my father and mother went out in the Middle East.
എൻ്റെ പിതാവും മാതാവും പുറത്ത് മിഡിൽ ഈസ്റ്റിലേക്ക് പോവുകയും They went shopping in the Middle East, in Kuwait. അവർ ഷോപ്പിങ്ങിന് വേണ്ടി പോയതാണ്. I was a little boy. They came back home and said, Kuwait is invaded by another country. അപ്പം പെട്ടെന്ന് ഞാനൊരു കുഞ്ഞായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് അവർ തിരിച്ചു പറയുകയാണ്, അതായത് കുവൈറ്റ് ആക്രമിക്കുകയാണ്. You know, when there is an uncertainty, the body language in the family changes. അനിശ്ചിതത്വം ഉണ്ടാകുമ്പോൾ ഓരോ വ്യക്തികളുടേതായിട്ടുള്ള ആ ശരീരത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് കുടുംബത്തിൽ മാറുകയാണ്. And I saw my father being in a position had to make very critical decisions. എൻ്റെ പിതാവിന് വളരെ നിർണായകമായുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് ഞാൻ കാണുകയാണ്. Whether we needed to come through the desert or whether we needed to take a ship or what we're going to do with the money. ഞങ്ങൾ കപ്പലെടുക്കണോ അതോ ഞങ്ങൾ മരുഭൂമിയിലൂടെ ഓടി പോകണോ അതോ ഞങ്ങൾക്കുള്ള പണം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? My mother had bought beautiful crockery. എൻ്റെ അമ്മയാണെങ്കിൽ നല്ല പാത്രങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. Oh, I have to leave this. അപ്പം ഇതെല്ലാം എനിക്ക് വിട്ടു പോകേണ്ടി വരുമല്ലോ. Uncertainty. അനിശ്ചിതത്വം. The body language changes. അതിൻ്റെതായിട്ടുള്ള നമ്മുടെ രീതികളെല്ലാം മാറുകയാണ്. And for me, I was happy because the school was closed. എനിക്കാണെങ്കിൽ വളരെ സന്തോഷമായിരുന്നു, സ്കൂൾ അടച്ചു. Children thrive in times of uncertainty. കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതുപോലത്തെ അനിശ്ചിതത്വം വരുമ്പോൾ വലിയ അവര് നന്നായി. I want you to know Jesus went through uncertainty. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവിനും അപ്രകാരം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. Nothing is anyway certain. Nothing is anyway certain. ഏതായാലും ഒരു കാര്യവും ഉറപ്പല്ല. So can we submit to the Lord? അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് കീഴ്പ്പെടുവാൻ കഴിയും. You know, you might be coming to a place where you don't know about your job, what's going to happen to your job. ഒരുപക്ഷേ ഇന്ന് നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജോലിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ അല്ലെങ്കിൽ ആശങ്കപ്പെട്ടുകൊണ്ടായിരിക്കും. You might be thinking about recession. നിങ്ങൾ റിസഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകാം. Uncertainty. അനിശ്ചിതത്വം. Ronald Reagan once said about a recession. റൊണാൾഡ് റേഗൻ ഇപ്രകാരമുള്ള ആഗോള മാന്ദ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി. He said recession is when your neighbor loses a job. റിസഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ മാന്ദ്യം എന്ന് പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ള അയൽവക്കക്കാരന് ആ ജോലി പോകുമ്പോഴാണ്. Depression is when you lose your job. എന്നാൽ വിഷാദം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോകുമ്പോഴാണ്. I want to tell you anyway there is uncertainty. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തായാലും ഒരുപാട് അനിശ്ചിതത്വമുണ്ട്. Hallelujah. Hallelujah. Mary and Joseph did not need wealth. മറിയയ്ക്കും യോസെഫിനും അവർക്ക് ഒരുപാട് പണം ആവശ്യമില്ലായിരുന്നു. They just needed the call of God. അവർക്ക് ദൈവത്തിൻ്റെതായിട്ടുള്ള They needed the call of God. അവർക്ക് ദൈവത്തിന്റെ വിളിയാണ് വേണ്ടിയിരുന്നത്. Luke chapter 2. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം verse 22 to 24. 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ They go to dedicate baby Jesus, അവർ യേശുവിനെ പ്രതിഷ്ഠയ്ക്കായിട്ട് കൊണ്ടുപോവുകയാണ്. the King of Kings, രാജാധിരാജനെ, the one who owns cattle on 1,000 hills. ഇപ്രകാരമുള്ള 1000 കുന്നിന്മേലുള്ള സകല കന്നുകാലികളെയും യജമാനായിരിക്കുന്ന ഈ ദൈവം, the one who declared all the gold is mine, all the silver is mine. എല്ലാ പൊന്നും എല്ലാ വെള്ളിയും എന്റേത് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ദൈവം. But they go to dedicate, they have just a pair of turtle doves. എന്നാൽ ഇപ്രകാരം ആ യേശുവിനെ അവർ പ്രതിഷ്ഠയ്ക്കായിട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഈ ഒരു ഇണ കുറുപ്രാവിനെ ഉള്ളൂ. Usually the well-off would give a lamb for sacrifice. അല്ലെങ്കിൽ അല്പം സാഹചര്യം നല്ല സാമ്പത്തികമായിട്ടുള്ള സാഹചര്യമുള്ളവർ അവർ ആട്ടിൻകുഞ്ഞിനെ നൽകും. But Moses' law permitted to offer a turtle dove in case they didn't have money. എന്നാൽ പണമില്ലാത്തവർക്ക് മോശയുടെ ന്യായപ്രമാണം പറയുന്നത് 2 പ്രാവിൻ കുഞ്ഞിനെ നൽകാമെന്നാണ്. For the God's call, God doesn't need your money. ദൈവത്തിൻ്റെതായിട്ടുള്ള വിളിക്ക് ദൈവത്തിന് നിങ്ങളുടെ പണം ആവശ്യമില്ല. God doesn't need your talent. ദൈവത്തിന് നിങ്ങളുടെ താലന്തുകളൊന്നും ആവശ്യമില്ല. He needs your consent. എന്നാൽ ദൈവത്തിന് നിങ്ങളുടെ അനുവാദം ആവശ്യമാണ്. I want to tell you, he needs your consent. ദൈവത്തിന് നിങ്ങളുടെ അനുവാദം ആവശ്യമാണ്. Without your consent, നിങ്ങളുടെ അനുവാദമില്ല എങ്കിൽ God will not call you for the call. ദൈവം ആ വിളിയിലേക്ക് നിങ്ങളെ വിളിക്കുകയില്ല. Last week Pastor Lena shared like this. കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ ലീന ഇങ്ങനെ പറയുകയുണ്ടായി. He qualifies the called. അവൻ വിളിച്ചവരെ യോഗ്യതപ്പെടുത്തുന്നു. Hallelujah. 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 It is not that you are qualified and then called, then nobody will come. ഇവിടെ യോഗ്യരായിട്ട് വിളിക്കപ്പെടാനായിട്ടാണെങ്കിൽ ആരുമില്ല. But he needs your consent. എന്നാൽ ഈ ദൈവത്തിന് നിങ്ങളുടെ അനുവാദം He needs you to say yes. ദൈവത്തിന് നിങ്ങൾ ഉവ്വ എന്ന് പറയേണ്ടത് ആവശ്യമാണ്. I know there is a lot of baggages when we say yes. എനിക്ക് ഉറപ്പാണ് നാം ഉവ്വ എന്ന് പറയുമ്പോൾ ഒരുപാട് പഴയ കാര്യങ്ങളുണ്ട്. But God is okay to say yes with those baggages. എന്നാൽ നാം ആ സാഹചര്യങ്ങളുടെ എല്ലാം പരിമിതികളിൽ നിന്ന് നാം ഉവ്വ് എന്ന് പറയുമ്പോൾ ദൈവത്തിന് അത് കുഴപ്പമില്ല. I have seen in the journey, ഞാൻ കണ്ടിട്ടുണ്ട് ഈ യാത്രയിൽ God taking those baggages and throwing it away. ദൈവം ആ പ്രയാസമായിട്ടുള്ള ഭാണ്ഡക്കെട്ടുകളെല്ലാം എടുത്ത് കളയും. But there is no walk with God that you say that Lord every baggage will go and then I come. എന്നാൽ എല്ലാം തികഞ്ഞതിന് ശേഷം മാത്രം ഞാൻ വരാമെന്ന് പറയുന്ന അങ്ങനെ ഒരു യാത്രയില്ല. He wants you to come just as you are. നിങ്ങൾ ആയിരിക്കുന്നത് പോലെ ദൈവത്തോട് യാത്ര ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Look at the person next to you, say just as you are. അടുത്തിരിക്കുന്ന ആൾ നോക്കി പറഞ്ഞാൽ നിങ്ങൾ
ആയിരിക്കുന്നത് പോലെ. Hallelujah. ഹല്ലേലൂയ. Just as you are with a willingness to change. നിങ്ങൾ ആയിരിക്കുന്നത് പോലെ നിങ്ങൾ മാറുവാൻ ഒരുങ്ങുക. Mary and Joseph, God did not need their wealth. മറിയയും യോസേഫിനെ സംബന്ധിച്ച് ദൈവത്തിന് അവരുടെ പണം ആവശ്യമില്ലായിരുന്നു. Hallelujah. But God wanted their consent. എന്നാൽ അവരുടെ അനുവാദം ദൈവത്തിന് ആവശ്യമായിരുന്നു. Doesn't need their talent. അവരുടെ താലന്തുകൾ ആവശ്യമില്ലായിരുന്നു. Doesn't need their beauty. അവരുടേതായിട്ടുള്ള സൗന്ദര്യം ആവശ്യമില്ലായിരുന്നു. Doesn't need their good looks or their education. അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സൗന്ദര്യമോ ഒന്നും ആവശ്യമില്ലായിരുന്നു. Hallelujah. ഹല്ലേലൂയ. Mary did not know she had to go through rejection. മറിയയ്ക്ക് അറിയുകയില്ലായിരുന്നു താൻ തിരസ്കരണത്തിലൂടെ കടന്നു പോകേണ്ടി She was carrying the Messiah. താൻ മശിഹായെ ഉദരത്തിൽ ചുമക്കുകയാണ്. The one that was supposed to get married had to leave her and then had to come back. The one that she was supposed to get married had to call it off and then came back again. ആ വിവാഹിതയാകേണ്ടതായിട്ടുള്ള സാഹചര്യത്തിൽ അത് മാറ്റിവെച്ച് വീണ്ടും യോസേഫ് മടങ്ങി വരികയാണ്. Did she know that her husband would try to call off her marriage? തനിക്ക് അറിയാമായിരുന്നു ഈ കാരണം കൊണ്ട് തന്റേതായിട്ടുള്ള ഭർത്താവ് ഈ വിവാഹത്തെ മുടക്കത്തിലേക്ക് കൊണ്ടുപോകുമെന്ന്. What will her parents say? തന്റെ മാതാപിതാക്കൾ എന്തു പറയും? What will her in-laws say? തന്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും എന്തു പറയും? She had to go through rejection. തനിക്ക് തിരസ്കരണത്തിലൂടെ കടന്നു പോകേണ്ടി. Hallelujah. Hallelujah. I just want to pray against the spirit of rejection here. ഞാൻ ഇന്ന് തിരസ്കരണത്തിന്റെ ആത്മാവിനെതിരെ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. Hallelujah. Hallelujah. I want to tell to you that you might be rejected by somebody. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരെങ്കിലും കാരണം നിങ്ങൾ തിരസ്കരണത്തിലൂടെ But പോവുകയായിരിക്കും. the Bible says God extends his arms for you. എന്നാൽ ദൈവം പറയുന്നു, ദൈവം തന്റേതായിട്ടുള്ള കരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നീട്ടുന്നു. In the parable of the loving father, സ്നേഹിക്കുന്ന പിതാവിന്റെ ഉപമയിൽ when that prodigal son came back, മുടിയനായിട്ടുള്ള പുത്രൻ മടങ്ങി it വന്നപ്പോൾ was not a stubborn father at the door. അത് ദൃഢമായിട്ടുള്ള ഹൃദയമുള്ള കഠിന ഹൃദയനുള്ള ഒരു പിതാവ് അല്ല, It was a loving father. എന്നാൽ സ്നേഹിക്കുന്ന പിതാവ്. And that son was coming back after a lot of rejection. ഒരുപാട് തിരസ്കരണത്തിന് ശേഷം ആ പൈതൽ മടങ്ങി വരികയാണ്. But the father just accepted the son as how the son is. എന്നാൽ എങ്ങനെ ആ പിതാവ് അല്ലെങ്കിൽ ആ മകൻ ആയിരിക്കുന്നുവോ അതുപോലെ ആ പിതാവ് സ്വീകരിക്കുകയാണ്. Father, I pray against every spirit of rejection. പിതാവേ, ഇന്ന് തിരസ്കരണത്തിന്റെ സകല ആത്മാക്കൾക്കുമെതിരെ ഞാൻ പ്രാർത്ഥിക്കുന്നു. Every demonic spirit of rejection, we rebuke you in Jesus' mighty name. എല്ലാ പൈശാചികമായിട്ടുള്ള തിരസ്കരണത്തിന്റെ ആത്മാവിനെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ എതിർക്കുന്നു. You cannot operate right now. നിങ്ങൾക്ക് ഇപ്പോൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. We speak a healing into the hearts and minds, Daddy. ഇന്ന് ഹൃദയങ്ങളിലേക്കും മനസ്സിലേക്കും എല്ലാം സൗഖ്യം. Oh, I sense like this. Do you know how great is this love? ഈ സ്നേഹം എത്ര 1 John chapter 3. 1 യോഹന്നാൻ 3-ാം അധ്യായം. The great love that God has bestowed upon us. ദൈവം നമുക്കുമേൽ പകർന്നിരിക്കുന്ന ആ മഹാസ്നേഹം. That we should be called the children of God. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ. That is His great love. അത് വലിയ സ്നേഹമാകും. The antidote for rejection ഈ തിരസ്കരണത്തിനുള്ള മറുമരുന്ന് is to know the depth of God's acceptance. അത് ദൈവത്തിൻ്റെതായിട്ടുള്ള സ്വീകാര്യതയുടെ ആഴം നമുക്ക് മനസ്സിലാകുമ്പോൾ. Is to know the depth of God's acceptance. ദൈവത്തിന്റെ സ്വീകാര്യതയുടെ ആഴം. Oh, doesn't matter how you have come home today. നിങ്ങൾ ഇന്ന് ഭവനത്തിലേക്ക് എങ്ങനെ മടങ്ങി വരുന്നു എന്നുള്ളത് വിഷയമല്ല. But the fact is that there is a father whose arms are stretched wide open. എന്നാൽ വിടർന്നിരിക്കുന്ന തന്റെ കരം നീട്ടുന്നതായിട്ടുള്ള പിതാവ് ഈ ഭവനത്തിലുണ്ട് എന്നുള്ളതാണ് വലിയ സ്നേഹം. I sense somebody here. ഇന്ന് ഞാൻ എന്റെ ആത്മാവിൽ കേൾക്കുകയാണ്, ചിലർ ഇവിടെ ഉണ്ട്. Your son has rejected you. നിങ്ങളുടെ മകൻ നിങ്ങളെ Or തിരസ്കരിച്ചിരിക്കുന്നു. your daughter-in-law has rejected അല്ലെങ്കിൽ you. നിങ്ങളുടെ മരുമകൾ നിങ്ങളെ But തിരസ്കരിച്ചിരിക്കുന്നു. God has stretched open His arms. എന്നാൽ ദൈവം തന്റെ കരങ്ങൾ നിങ്ങളുടെ നേരെ നീട്ടുന്നു. Hallelujah. ഹല്ലേലൂയ. So that He is healing your inner man. നിങ്ങളുടെ അകമേയുള്ള മനുഷ്യനെ ദൈവം സൗഖ്യപ്പെടുത്തുന്നു. Your inner man. നിങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ. Just allow the love of God to flood your hearts today. ദൈവത്തിൻ്റെതായിട്ടുള്ള സ്നേഹം നിങ്ങളിൽ നിറയുവാൻ അനുവദിക്കുക. This Christmas, the gift is the love of God. ഈ ക്രിസ്തുമസിൽ അതിന്റെ ദാനം അല്ലെങ്കിൽ പ്രതിഫലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. This Christmas, it is a fruit of acceptance that you can eat. ക്രിസ്തുമസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കഴിക്കുവാൻ കഴിയുന്നത് ഈ സ്വീകാര്യതയുടെ ഫലമാണ്. Hallelujah. ഹല്ലേലൂയ. Thank you, Jesus. നന്ദി യേശുവേ. Mary knew that she needed a savior. മറിയയ്ക്ക് അറിയാമായിരുന്നു തനിക്ക് ഒരു രക്ഷകന്റെ ആവശ്യമുണ്ട്. Luke 1 verse 46 and 47. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 46-ഉം 47-ഉം വാക്യങ്ങൾ. Mary said, "My soul magnifies in the Lord. മറിയ പറയുകയാണ്, എന്റെ ഉള്ളം കർത്താവിനെ My മഹത്വപ്പെടുത്തുന്നു. spirit has rejoiced in God my savior." എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. See, Mary said she needed a savior. മറിയ പറയുകയാണ്, എനിക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട്. You and I need a savior. ഞാനും നിങ്ങളും നമുക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട്. Mary knew that she was a sinner and she needed a savior. മറിയയ്ക്ക് അറിയാമായിരുന്നു താനൊരു പാപിയാണ്, തനിക്ക് ഒരു രക്ഷകനെ ആവശ്യമുണ്ട്. Hallelujah. Hallelujah. Today many people live their lives as if they don't need somebody. ഇന്ന് എത്രയോ വ്യക്തികൾ ഇന്ന് ജീവിക്കുന്നത് എനിക്ക് ഒരു രക്ഷകനെ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ്. Look at the person next to you and say, "You need a savior." അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നിങ്ങൾക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട്.
You might be born again, but you still need a savior. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്ന ആളായിരിക്കാം, എങ്കിൽ പോലും നിങ്ങൾക്ക് ഇനിയും രക്ഷകനെ ആവശ്യമുണ്ട്. And Jesus is a savior. യേശുവാകുന്നു രക്ഷകൻ. Hallelujah. ഹല്ലേലൂയ. Just have every eye closed. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. If you are not born again, നിങ്ങൾ ഇന്ന് വീണ്ടും ജനിച്ചിരിക്കുന്ന വ്യക്തി അല്ല, if you have not received Jesus into your life, യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല, today do you want to receive the free gift of salvation? ഇന്ന് നിങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള ഈ രക്ഷ എന്ന മഹാദാനം നിങ്ങൾക്ക് സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്. Last week, young girl came up to me after the service and said, and she was talking to me, and she received Jesus into her life. കഴിഞ്ഞ ആഴ്ച ഒരു യുവതി എൻ്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പറയുകയുണ്ടായി, എനിക്ക് യേശുവിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ താൻ രക്ഷിക്കപ്പെടുകയുണ്ടായി. She recognized the need for a savior. രക്ഷകന്റേതായിട്ടുള്ള ഒരു ആവശ്യത്തെ തനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. If you have not recognized the need for a savior, ഒരു രക്ഷകന്റെ ആവശ്യം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, I want to say what the Bible says. ഞാൻ നിങ്ങളോട് പറയട്ടെ, തിരുവചനം എന്തു പറയുന്നു എന്ന്. All have sinned and fallen short of the glory of God. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സ് നഷ്ടമാക്കി. Which means everybody needs a savior. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സകലർക്കും ഒരു രക്ഷിതാവിന്റെ ആവശ്യമുണ്ട്. So if you're not born again, അതുകൊണ്ട് നിങ്ങൾ ഇന്ന് വീണ്ടും ജനിച്ചിട്ടില്ലാത്ത വ്യക്തിയാകുന്നു, if you have not received Jesus, if you have not confessed that he is Lord, നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച യേശുവാകുന്നു കർത്താവ് നിങ്ങൾ ഏറ്റു പറഞ്ഞിട്ടില്ല എങ്കിൽ, not just receiving him into your heart, but confessing with your mouth നിങ്ങളുടെ also, ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക മാത്രമല്ല, നിങ്ങളുടെ വായ് കൊണ്ട് നിങ്ങൾ യേശു തന്നെ കർത്താവ് എന്ന് ഏറ്റു പറഞ്ഞിട്ടില്ല എങ്കിൽ, or if you think that you want to renew it, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് പുതുക്കണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ, because of your walk with God, you want to renew it. നിങ്ങളുടെ യേശുവുമായിട്ടുള്ള നടപ്പ് കാരണം നിങ്ങൾക്ക് അത് പുതുക്കണമെന്ന് തോന്നുകയാണ്, We want to help you. നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ If you could just raise your hands, the leaders will come and pray over. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുമ്പോൾ ലീഡേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. Hallelujah. ഹല്ലേലൂയ. Don't look around if you just that this is your walk with God. നിങ്ങൾ ചുറ്റും നോക്കേണ്ട ആവശ്യമില്ല, അത് നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള നടപ്പിനെ കുറിച്ചുള്ളതാണല്ലോ. Thank you, Lord. Hallelujah. Father, every hand that is raised up, we want to pray, we want to receive Jesus into our lives. കർത്താവേ, ഉയർന്നിരിക്കുന്ന എല്ലാ കരങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവർ യേശുവിനെ അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കട്ടെ. Just pray with me. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ, Jesus, you are my Lord. യേശുവേ, അങ്ങ് എൻ്റെ കർത്താവാകുന്നു. I know I have sinned ഞാൻ പാപം ചെയ്തിരിക്കുന്നു, and fallen short of your glory. ദൈവത്തിന്റെ തേജസ്സിൽ ഞാൻ കുറവാക്കിയിരിക്കുന്നു. But today എന്നാൽ ഇന്ന് I need a savior, എനിക്കൊരു രക്ഷകനെ and ആവശ്യമാണ്. you are the only savior. അങ്ങ് മാത്രമാകുന്നു There is രക്ഷിതാവ്. no other name. മറ്റൊരു നാമവുമില്ല. And I come before you, Lord, ഞാൻ അങ്ങേക്ക് മുമ്പാകെ വരുന്നു. and I receive you as my savior ഞാൻ എൻ്റെ രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നു, and as my Lord എൻ്റെ കർത്താവായും and as my master. എൻ്റെ യജമാനായും. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ ഞാൻ Amen. പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. ആമേൻ. You know, Mary knew she needed a savior. മറിയയ്ക്ക് അറിയാമായിരുന്നു തനിക്കൊരു രക്ഷകനെ ആവശ്യമാണ്. Luke 2 verse 19. ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം വാക്യം. A lot of things Mary did not know, മറിയയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുകയില്ല, but she knew the basics. എന്നാൽ തനിക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയാം. Mary kept all these things താൻ ഈ കാര്യങ്ങളെല്ലാം ഓർത്തു and pondered them in her heart. തന്റെ ഹൃദയത്തിൽ താൻ സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നു. Mary did not know all the answers. മറിയയ്ക്ക് എല്ലാത്തിന്റെ ഉത്തരങ്ങളില്ലായിരുന്നു. She didn't know the future. തനിക്ക് ഭാവിയെ കുറിച്ച് അറിയുകയില്ലായിരുന്നു. She must have realized later that her son actually came to die. താൻ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ടാകാം തന്റെ പുത്രൻ വന്നിരിക്കുന്നത് തന്നെ മരിക്കുവാനാണ്. That was uncertainty. അവിടെ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. How are we going to raise this child? നാം ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തും? Mary knew what to treasure. മറിയയ്ക്ക് അറിയാമായിരുന്നു എന്ത് താൻ വലുതായി കരുതണമെന്നുള്ളത്. She treasured some things താൻ എന്തിനെ സമ്പത്തായി കരുതണമെന്നുള്ളത് and pondered something in the heart. ചില കാര്യങ്ങളെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. Hallelujah. ഹല്ലേലൂയ. You know, we need to have a spiritual eye നമുക്ക് ആത്മീയ നേത്രങ്ങൾ ഉണ്ടാകണം, to see the things that God is doing. ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം. So Mary was looking beyond the persecution and the trouble and the rejection and everything. മറിയാണെങ്കിലോ ആ ഉപദ്രവങ്ങളും ആ പ്രശ്നങ്ങളും ആ കഷ്ടങ്ങളെക്കാൾ ഉപരിയായിട്ട് ചിലത് കണ്ടുകൊണ്ടിരുന്നു. She had a spiritual eye to see some things. ചില കാര്യങ്ങളെ വ്യത്യസ്തമായി കാണുവാനുള്ള ആത്മീയ നേത്രങ്ങൾ So തനിക്കുണ്ടായി. she kept these things and pondered in her heart. അതുകൊണ്ട് ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ട്
Hallelujah. Hallelujah. In your walk with God, നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള നടപ്പിൽ in the season of uncertainty, ഈ അനിശ്ചിതത്വത്തിൻ്റെതായ കാലത്തിൽ you have to learn to hoard and treasure the scriptures. ഈ തിരുവചനം നിങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുവാൻ നിങ്ങൾ പഠിക്കണം. Hallelujah. Hallelujah. So that will give you the ammunition for the next walk with God. അത് ദൈവവുമായിട്ടുള്ള അടുത്ത നിലവാരത്തിലുള്ള നടപ്പിന് വേണ്ടി ആവശ്യമായിരിക്കുന്ന ആയുധങ്ങളായി അത് മാറും. Hallelujah. Hallelujah. You don't need to wait for the tank to be empty to be refill it again. ഈ നിങ്ങളുടേതായിട്ടുള്ള ആ ടാങ്ക് അത് പൂർണ്ണമായും വറ്റുവാൻ തക്കവണ്ണം നിങ്ങൾ കാത്തിരിക്കേണ്ട, റീഫിൽ ചെയ്യാനായിട്ട്. Mary kept treasuring the things of God. മറിയ ദൈവത്തിൻ്റെതായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. You know what? This family was probably even put out of the synagogue. നിങ്ങൾക്കറിയാമോ, ഒരുപക്ഷെ ആ സമയത്ത് ദേവാലയത്തിൽ നിന്ന് വേണമെങ്കിൽ പോലും ഈ കുടുംബത്തെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. A child out of wedlock, that too in a small town. ഇപ്രകാരം ചെറിയൊരു പട്ടണത്തിൽ വിവാഹം കഴിക്കാതെയുള്ള ഒരു കുഞ്ഞുണ്ടാകുന്ന സാഹചര്യം. And I don't know if Joseph got good consistent job. അതോടൊപ്പം തന്നെ എനിക്ക് അറിയുകയില്ല യോസേഫിന് സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയോ വരുമാനമോ ഉണ്ടായിരുന്നു എന്നുള്ളത്. Because things in small towns spreads like wildfire. കാരണം ഈ ചെറിയ പട്ടണങ്ങളിലെ വാർത്തയെല്ലാം കാട്ടുതീ പോലെ പരക്കും. Hallelujah. Hallelujah. So that in that such a place, Mary was treasuring things. ഇതുപോലെയുള്ള സാഹചര്യങ്ങളുടെ മധ്യേ മറിയ ഹൃദയത്തിൽ ഈ കാര്യങ്ങളൊക്കെയും സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ട്. Hallelujah. Hallelujah. When we suffer for the Lord, നാം ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുമ്പോൾ we don't think about the glory that is going to come. നാം വരുവാനിരിക്കുന്ന തേജസ്സിനെ കുറിച്ച് ഓർക്കാറില്ല. They didn't know everything. അവർക്ക് സകലതും അറിയുകയില്ല. They didn't know when the next meal was coming in. അവർക്ക് അറിയുകയില്ലായിരുന്നു അടുത്ത ആഹാരം എപ്പോൾ ലഭിക്കും. They didn't know when the next job would come. അടുത്ത വേല എപ്പോൾ ലഭിക്കുമെന്ന് അറിയുകയില്ല. They didn't know what is going to happen with this child. ഈ കുഞ്ഞുമായിട്ട് എന്ത് സംഭവിക്കുമെന്ന് അറിയുകയില്ല. They had to fulfill the promise of God. ദൈവത്തിന്റെ വാഗ്ദത്തം അവർക്ക് നിവൃത്തിയാക്കണമായിരുന്നു. 2 Corinthians chapter 4 verse 16 to 18. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. Therefore we do not lose heart. അതുകൊണ്ട് നാം തകർന്നു പോകാതെ. Hallelujah. Hallelujah. Even though our outward man is perishing, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു the പോകുന്നുവെങ്കിൽ inward man is being renewed day after day. ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കും. That is why Mary treasured the things. അതുകൊണ്ടാകുന്നു മറിയ സകലതും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. Because she knew this was a promise of God. കാരണം തനിക്കറിയാമായിരുന്നു ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. For our light affliction, which is but for a moment, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം is working for us a far exceeding an eternal weight of glory. അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് While we do കിട്ടും. not look at things which are seen, കാണുന്നതിനെ അല്ല, but the things which are not seen. കാണാത്തതിനെ അത്രയും ഞങ്ങൾ For the നോക്കിക്കൊണ്ടിരിക്കും. things which are seen are temporary, കാണുന്നത് താൽക്കാലികം, but the things which are not seen are eternal. കാണാത്തതോ നിത്യം. I want to tell you, no Christmas card portrays the testing times of Mary and Joseph. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ മറിയയുടെയും യോസേഫിന്റേതായിട്ടുള്ള ശോധനയുടെ കാലത്തെക്കുറിച്ച് പറയുവാൻ ഒരു ആശംസാ കാർഡിനും കഴിയുകയില്ല. No earthly photo of the cross portrays the agony and the pain of Jesus. യേശുക്രിസ്തു കടന്നുപോയിട്ടുള്ള ആ വേദനയും പ്രയാസവും ഒരു ക്രൂശിന്റേതായിട്ടുള്ള ചിത്രത്തിനും കാണിക്കുവാൻ കഴിയുകയില്ല. Christmas has turned out to be a mere gathering for booze. ക്രിസ്തുമസ് എന്ന് പറയുന്നത് പലർക്കും അത് മദ്യപിക്കുവാനായിട്ടുള്ള ഒരു കൂട്ടം അല്ലെങ്കിൽ കൂടിവരവായി മാറിയിരിക്കുന്നു. Or where corporates earn money. അല്ലെങ്കിൽ പല വ്യവസായങ്ങൾക്കും പണം ഉണ്ടാക്കുവാനുള്ള സാഹചര്യമായി മാറിയിരിക്കുന്നു. It is seen as a prosperous time for Hollywood to release a big film. അല്ലെങ്കിൽ ഒരു വലിയ പടം ഇറക്കുവാനായിട്ടുള്ള ചിത്രം ഇറക്കുവാനായിട്ടുള്ള നല്ലൊരു അവസരമായിട്ട് ഹോളിവുഡ് ഒരു പക്ഷേ കാണുന്നു. Or people flying to vacation spots. അല്ലെങ്കിൽ അവധി ആഘോഷിക്കുവാൻ വേണ്ടി വ്യക്തികൾ പോകുന്ന സമയം. But Mary and Joseph went through pain. എന്നാൽ മറിയയും യോസഫും വേദനയിലൂടെ But കടന്നുപോയി. they left behind a legacy of sacrifice and humility. എന്നാൽ അവർ വിട്ടിട്ട് പോയതാണെങ്കിലോ ഒരു വലിയ ത്യാഗത്തിന്റെയും താഴ്മയുടേതായിട്ടുള്ള വലിയ ഒരു പാരമ്പര്യമാകും. In the midst of persecution, ഈ പ്രയാസങ്ങളുടെ മധ്യേ, in the midst of uncertainty, ഈ അനിശ്ചിതത്വത്തിന്റെ മധ്യേ a legacy of sacrifice. ഒരു വലിയ പാരമ്പര്യം നൽകിയത് ഒരു ത്യാഗത്തിൻ്റെതാകും. They went on to have many sons. അവർ അനേക മക്കളുണ്ടായി. Mary wasn't a virgin anymore because Mary and Joseph went on to have many children. മറിയ ഇനിയും കന്യകയല്ലായിരുന്നു, കാരണം അവർക്ക് പിന്നെയും കുഞ്ഞുങ്ങളുണ്ടായി. But still long periods of uncertainty. എങ്കിലും വീണ്ടും എത്രയോ അനിശ്ചിതത്വത്തിൻ്റെതായുള്ള കാലങ്ങൾ. Their eldest son died on the cross and rose again on the third day. അവരുടെ മൂത്ത മകൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റു. Where another son James wrote the epistle of James. യാക്കോബിന്റെ ലേഖനം എഴുതിയിരിക്കുന്നത് അവരുടെ വേറൊരു പുത്രനാകുന്ന യാക്കോബാകും. A little late teenaged girl.
ഒരു അല്പം കൗമാരത്തിലുള്ള ഒരു കുഞ്ഞ്, a little teenaged girl, കൗമാരത്തിലായിരിക്കുന്ന ഒരു പെൺകുട്ടി, and a wife of a carpenter ഒരു തച്ചന്റേതായിട്ടുള്ള ഭാര്യ in an unwanted town of Nazareth നസറേത്ത് എന്ന് പറയുന്നതായിട്ടുള്ള വലിയ പെരുമയില്ലാത്തതായിട്ടുള്ള പട്ടണത്തിൽ had a pregnancy that divided history into BC and AD. അപ്പോൾ തന്റേതായിട്ടുള്ള ആ പ്രസവം എന്ന് പറയുന്നത് ചരിത്രത്തെ തന്നെ BC-യും AD-യുമായി വിഭാഗിച്ചിരിക്കുന്നു. Maybe they did not live long to realize this. ഇതൊന്നും മനസ്സിലാക്കുവാൻ അവർ അധികകാലം ജീവിച്ചിട്ടുണ്ടാകുകയില്ല. But as we read the first real story of the first Christmas, എന്നാൽ ആദ്യത്തെ ക്രിസ്തുമസിന്റെ യഥാർത്ഥ കഥ നാം വായിക്കുമ്പോൾ I want to tell you, Mary and Joseph were history makers. ഞാൻ നിങ്ങളോട് പറയട്ടെ, മറിയയും യോസഫും അവർ ചരിത്രത്തെ തിരുത്തി കുറിച്ചവരായിരുന്നു. They made history. അവർ ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടാക്കി. Hallelujah. Hallelujah. But that's what God is calling today for families. ദൈവം ഇന്ന് കുടുംബങ്ങളെ വിളിക്കുന്നത് അതുപോലെ ചരിത്രം To സൃഷ്ടിക്കുവാനാകും. make history. ചരിത്രം സൃഷ്ടിക്കുവാൻ. It is not a bed of roses, അത് എന്ന് പറയുന്നത് റോസപ്പൂവിന്റെ കിടക്കയല്ല, but a life of sacrifice and humility. എന്നാൽ താഴ്മയുടെയും ത്യാഗത്തിന്റെയും ഒരു ജീവിതം. A life of willing to let go of your ways നമ്മുടേതായിട്ടുള്ള വഴികളെ വിട്ടുകൊടുക്കുവാനുള്ള ജീവിതം. and cling to the word of heaven. അതോടൊപ്പം തന്നെ സ്വർഗത്തിന്റെ വാക്കിനെ ചേർത്ത് പിടിക്കുവാനുള്ള ജീവിതം. Mary just clung to the word of heaven. മറിയാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ആ വാക്കിനെ ചേർത്ത് പിടിച്ചു. Hallelujah. ഹല്ലേലൂയ. I want to pray for families. ഞാൻ ഇന്ന് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. As much as possible, if you can sit with your family. As much as possible. കഴിയുമെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളോട് ചേർന്നിരിക്കാമോ? Hallelujah. ഹല്ലേലൂയ. I sense the Lord calling families today. ദൈവം കുടുംബങ്ങളെ വിളിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. Not just one person, but a family together to be history makers. ഒരു വ്യക്തിയെ അല്ല, എന്നാൽ കുടുംബമായിട്ട് ചരിത്രം സൃഷ്ടിക്കുവാൻ. I want to say this is a history makers gathering. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് ചരിത്രം സൃഷ്ടിക്കുന്നവരുടെ ഒരു കൂടിവരവാകും. Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. You are a history maker. നിങ്ങൾ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയാകും. Hallelujah. Hallelujah. Father, I pray, Lord, പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, together as families, ഒന്നിച്ച കുടുംബങ്ങളായി we are called to make history. ഞങ്ങൾ ചരിത്രം സൃഷ്ടിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. Not just have some curry and go home, കുറച്ച് കറി കഴിച്ച് വീട്ടിൽ പോകാനായിട്ടല്ല, but to make history. എന്നാൽ ചരിത്രം. Daddy, we pray, Lord, പിതാവേ, ഞങ്ങൾ you പ്രാർത്ഥിക്കുന്നു, have called us as history makers. അങ്ങ് ഞങ്ങളെ ചരിത്രം സൃഷ്ടിക്കുന്നവരായി വിളിച്ചിരിക്കുന്നു. Oh, I want to pray for Arun and Ans right now. ഞാൻ അരുണും ആൻസിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. There is a call of God to be history makers. ചരിത്രം സൃഷ്ടിക്കുവാനായിട്ടുള്ള വിളി നിങ്ങളുടെ മേലുണ്ട്. Your previous history may not have been that great, നിങ്ങളുടെ കഴിഞ്ഞ ചരിത്രം ഒരുപക്ഷെ മികച്ചതായിരിക്കും, but I want to release this word into your life. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വാക്ക് ഞാൻ വിതയ്ക്കുകയാണ്. Your latter glory will be greater than your former. നിങ്ങളുടെ മുൻപത്തേക്കാൾ നിങ്ങളുടെ പിൻപുള്ള കാലം മഹത്തരമായിരിക്കും. What is going to happen in the next 10 years അടുത്ത 10 വർഷം സംഭവിക്കാൻ പോകുന്നത് is beyond imagination. അത് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിലും No അപ്പുറമായി. eye has seen, ഒരു കണ്ണും കണ്ടിട്ടില്ല, no ear has ഒരു heard, ചെവിയും കേട്ടിട്ടില്ല, no mind has ഒരു conceived, ഹൃദയത്തിലും but സംഗ്രഹിച്ചിട്ടില്ല. God has prepared ദൈവം because ഒരുക്കിയിരിക്കുന്നു. you love Him. കാരണം നിങ്ങൾ ദൈവത്തെ And സ്നേഹിക്കുന്നു. I want to call you that you will make history. നിങ്ങൾ ചരിത്രം സൃഷ്ടിക്കുമെന്ന് ഞാൻ Thank you, പ്രഖ്യാപിക്കുന്നു. Jesus. നന്ദി യേശുവേ. Lord, I pray for families here. കർത്താവേ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Oh, Rikababa Baba. I want to pray for Brother Abraham and family. അബ്രഹാമിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. You will make history that is beyond some geographies. നിങ്ങൾ ഒരു പ്രത്യേക ഒരു ഭൂപടത്തിനേക്കാൾ അല്ലെങ്കിൽ ഭൂപ്രദേശത്തേക്കാൾ ഉപരിയായിട്ട് ചരിത്രം സൃഷ്ടിക്കും. Hallelujah. ഹല്ലേലൂയ. Multiple continents. വ്യത്യസ്തമായിട്ടുള്ള ഒന്നിലധികമായിട്ടുള്ള ഭൂഖണ്ഡങ്ങൾ You will fly. നിങ്ങൾ പറക്കും. Hallelujah. Hallelujah. Rikabara Shante Radaran Henebe. Oh, you will be talking in some places, hallelujah, full of the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ചില സ്ഥലങ്ങളിൽ സംസാരിക്കും. In your company, നിങ്ങളുടെ കമ്പനിയിൽ God is calling you to be the number one man. ദൈവം ഒന്നാമനായി വിളിക്കുന്നു. And when God calls you, ദൈവം അങ്ങനെ വിളിക്കുമ്പോൾ I want to say to you, Brother Abraham, എബ്രഹാമിനോട് ബ്രദറിനോട് പറയുകയാണ്, don't say no. നോ എന്ന് പറയരുത്. Say yes to the call of God. ദൈവത്തോട് ഉവ്വ എന്ന് പറയുക. He will give you the grace. ദൈവം കൃപ നൽകും. He will make you stand before kings. ദൈവം രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കുവാൻ അവസരമുണ്ടാക്കും. He will make you stand before some presidents and prime ministers. ചില പ്രധാനമന്ത്രിമാരുടെയും രാഷ്ട്രപതിമാരുടെയും മുൻപിൽ നിൽക്കുവാൻ ഇടവരുത്തും. I am not telling this to flatter, ഇത് പുകഴ്ത്തുവാനായിട്ടല്ല, but prophetically I declare that. എന്നാൽ പ്രവചനാത്മകമായി ഞാനത് പ്രഖ്യാപിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Standing before many continents and many geographies. അനേക ഭൂപ്രദേശങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും നിന്നുകൊണ്ട്. Thank you, Lord. നന്ദി കർത്താവേ. Thank you, Jesus. നന്ദി യേശുവേ. Thank you, Lord. നന്ദി കർത്താവേ. I want to pray for Brother Vivek and Yvonne and their children. ബ്രദർ വിവേക്, ഇവോൺ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. I sense the Lord saying, ദൈവം ഇങ്ങനെ in പറയുന്നു, these last 2 years, ഈ കഴിഞ്ഞ 2 വർഷങ്ങൾ you were walking.
നിങ്ങൾ നടക്കുകയായിരുന്നു. But now, എന്നാൽ the Lord is saying, I'm going to give you wings to fly. ദൈവം പറയുകയാണ്, ഇനി ഞാൻ പറക്കുവാനായിട്ട് ഞാൻ ചിറകുകൾ നൽകും. What you have lost in the yesteryears, കഴിഞ്ഞ വർഷങ്ങളിൽ നഷ്ടമായത്, then you get wings to fly. പറക്കുവാൻ ചിറകുകൾ ലഭിക്കുമ്പോൾ What is lost will come back, നഷ്ടമായത് and മടങ്ങി more വരും. things will be coming back. എന്നാൽ അതിനേക്കാൾ അധികമായുള്ള ലഭിക്കും. What the enemy has stolen from your lives, പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു the മാറ്റിയത്, peace that the enemy has taken, പിശാച് എടുത്തു മാറ്റിയതായിട്ടുള്ള സമാധാനം, the shalom that was broken, തകർന്നു പോയതായിട്ടുള്ള ദൈവ സമാധാനം, the Lord is putting it back. അത് കർത്താവ് മടക്കി കൊണ്ടുവരും. Hallelujah. ഹല്ലേലൂയ. Thank you, Jesus. നന്ദി യേശുവേ. Hallelujah. Rikhabara shadaran thadaran thanabe. Oh, I want to pray, Father, calling families. കർത്താവേ, കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. Calling families. കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. Lord, I want to pray for every family here. എല്ലാ കുടുംബങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. It doesn't matter whether there is an individual prophecy or not. വ്യക്തിപരമായിട്ടുള്ള ദൂതുണ്ടോ ഇല്ലയോ എന്നുള്ളത് കുഴപ്പമില്ല. I believe this is for everybody. ഞാൻ വിശ്വസിക്കുന്നു ഇത് സകലർക്കും ഉള്ളതാണ്. Hallelujah. Thank you, Jesus. Thank you, Father. നന്ദി പിതാവേ. Thank you, Lord. നന്ദി പിതാവേ. I sense in the life of Brother Aravind, ബ്രദർ അരവിന്ദന്റെ ജീവിതത്തിൽ the Lord is saying, ദൈവം പറയുന്നു, I've given you the legs like a sprinter. ഒരു വലിയ ഓട്ടക്കാരനെ പോലെയുള്ള കാലുകൾ നിനക്ക് തന്നിരിക്കുന്നു. And you coming to that, there is a joy when you are sprinting. അങ്ങനെ ഓടുമ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട്. You're running for the Lord. ദൈവത്തിന് വേണ്ടി ഓടുന്നതിന്റെ. Hallelujah. Hallelujah. Nothing will make you hinder. ഒന്നും തടസ്സമാകുവാൻ കാരണമാകും. But you will be able to run well. എന്നാൽ നന്നായി ഓടുവാൻ കഴിയും. And He's giving you the legs of an athlete. ഒരു ഓട്ടക്കാരന്റെ കാലുകൾ നൽകും. The training of an athlete. ഒരു ഓട്ടക്കാരന്റേതായിട്ടുള്ള അഭ്യാസം നൽകും. So that you're fit to run well. അതിനാൽ ഓടുവാൻ തക്കവണ്ണമുള്ള കൃപ ലഭിക്കുവാൻ. Anything that is hindering, Lord, I pray it will be taken off right now. തടസ്സപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും എടുത്തു മാറ്റപ്പെടട്ടെ എന്ന് I പ്രാർത്ഥിക്കുന്നു. sense the Lord giving you vision to run. ഓടുവാനുള്ള ദർശനം നൽകും. Some vision in some areas. ചില മേഖലയിലുള്ള ദർശനം. Hallelujah. Thank you, Father. Lord, I pray for joy of the Lord in their home. കർത്താവേ, അവരുടെ ഭവനത്തിൽ സ്വർഗീയ സന്തോഷത്തിനായി പ്രാർത്ഥിക്കുന്നു. A mighty move of God in their home, Lord. ദൈവത്തിന്റെ ശക്തമായിട്ടുള്ള ചലനം അവരുടെ ഭവനത്തിൽ സംഭവിക്കണം. Oh, hallelujah. ഹല്ലേലൂയ. Thank you, Jesus. Thank you, Father. നന്ദി പിതാവേ. Thank you, Jesus. നന്ദി യേശുവേ. Lord, I want to pray for homes, Lord, that are broken. കർത്താവേ, തകർന്നിരിക്കുന്ന ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. I want to pray for the broken homes be healed, Lord. കർത്താവേ, തകർച്ച അനുഭവിക്കുന്ന ഭവനങ്ങളിൽ The husband is not talking to the wife. ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നില്ല. And the father is not talking to the children. പിതാവ് മക്കളോട് സംസാരിക്കുന്നില്ല. A mother-in-law, daughter-in-law fighting. അമ്മായിയമ്മ മരുമകൾ തമ്മിലുള്ള ആ പോര്. Every broken home, Lord. എല്ലാ തകർച്ചയുള്ള കുടുംബം. In this Christmas, Father, ഈ ക്രിസ്തുമസിന്റെ സമയത്ത് we pray there would be a healing, Lord. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ഒരു സൗഖ്യമുണ്ടാകും. Because we are history makers. കർത്താവേ, ഞങ്ങൾ ചരിത്രം സൃഷ്ടിക്കേണ്ടവരാകുന്നു. Called to make history. ഞങ്ങൾ ദൈവത്തിനായിട്ട് ഞങ്ങൾ ചരിത്രം സൃഷ്ടിക്കേണ്ടവരാകും. We may not know everything. ഞങ്ങൾക്ക് എല്ലാം അറിയുകയില്ല. But I pray every broken home is healed. എന്നാൽ തകർച്ചയുള്ള സകല കുടുംബങ്ങളും സൗഖ്യപ്പെടട്ടെ. Hallelujah. ഹല്ലേലൂയ. Every brokenness be mended and healed, എല്ലാ Father. today. തകർച്ചയിലും ദൈവത്തിന്റെ സൗഖ്യം വെളിപ്പെടട്ടെ. Thank you, Jesus. നന്ദി യേശുവേ. Hallelujah. ഹല്ലേലൂയ. I just want to take a couple of minutes to be in the presence of God. അല്പനിമിഷങ്ങൾ കൂടെ നമുക്ക് ദൈവ സാന്നിധ്യത്തിലായിരിക്കാം. Oh, Shikara Baba. Shekere Kerebe. I sense in the life of Dennis and Sneha, ഡെന്നിസിന്റെയും സ്നേഹയുടെയും ജീവിതത്തിൽ God has set you apart. God has set you apart. ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. Hallelujah. There is a call into your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിളിയുണ്ട്. A setting apart.
ഒരു വിളിച്ച് വിശുദ്ധീകരിച്ച് വേർതിരിക്കുന്ന that He has set you apart for His purposes. ദൈവത്തിന്റെ പദ്ധതിക്കായി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. Last week we heard consecrate unto the Lord. കഴിഞ്ഞ ആഴ്ച നാം കേൾക്കുകയുണ്ടായി ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരിക്കപ്പെടുന്നതിനെ കുറിച്ച്. Your work, your business is consecrated to the Lord. നിങ്ങളുടെ വേല, നിങ്ങളുടെ വ്യവസായം എല്ലാം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടും. Your children are consecrated to the Lord. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടും. Hallelujah. ഹല്ലേലൂയ. Thank you, Jesus. യേശുവേ. Thank you, Lord. നന്ദി കർത്താവേ. Thank you for your call today as families. ഇന്ന് കുടുംബങ്ങൾക്കായിട്ടുള്ള അങ്ങയുടെ വിളിക്കായി നന്ദി പറയുന്നു. Lord, I want to pray especially for families that they don't have children. കർത്താവേ, കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Lord, that pain you know, Lord. കർത്താവേ, അങ്ങേക്ക് അറിയാം. I pray, Father, that you would open the womb. കർത്താവേ, അവരുടെ ഗർഭപാത്രം അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Maybe there I have asked, how is it, Lord? How is it possible? കർത്താവേ, ഒരു പക്ഷേ അവർ ചോദിച്ചിട്ടുണ്ടാകുകയില്ല എങ്ങനെ ഇത് സംഭവിക്കുമെന്ന്. Because medically it is not possible, Lord. കാരണം വൈദ്യശാസ്ത്രപരമായി അതിന് സംഭവിക്കുകയില്ല. And just like how Mary asked, how can it be possible? മറിയ ചോദിച്ചതുപോലെ ഇത് എങ്ങനെ സംഭവിക്കും? I want to say the Holy Spirit, it's possible. പരിശുദ്ധാത്മാവിനാൽ സാധ്യം. With God, all things are possible. ദൈവത്താൽ സകലതും സാധ്യം. I want to pray, Father, today open the womb. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു ഗർഭപാത്രം തുറക്കണമേ. Yes, Lord. കർത്താവേ, അതെ. Let it be a gift from heaven to them, Lord. കർത്താവേ, അവർക്ക് ഇത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു ദാനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. A gift. ദാനം. Hallelujah. Father, I thank you, Lord, for sending your Son Jesus on this world. പിതാവേ, അങ്ങയുടെ ഏകജാതനായ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. I know, God, it would not have been easy for you to send your only begotten Son. അങ്ങയുടെ ഏകജാതനായ പുത്രനെ അയക്കുന്നത് എളുപ്പമായിരുന്നില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. But yet, because of your great love for us, എന്നാൽ ഞങ്ങളോടുള്ള മഹാസ്നേഹം നിമിത്തം that you sent this wonderful gift, അങ്ങ് ഈ വലിയ ദാനത്തെ ഞങ്ങൾക്ക് നൽകി. this gift of salvation. രക്ഷയുടെ ദാനം. We want to thank you, Father. അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. Much as we celebrate this Christmas, ഈ ക്രിസ്തുമസ് ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ we acknowledge that you went through pain ഞങ്ങൾ അംഗീകരിക്കുന്നു അങ്ങ് വേദനയിലൂടെ കടന്നുപോയി. of giving your only Son. അങ്ങയുടെ ഏകജാതനായ പുത്രനെ നൽകിക്കൊണ്ട് While it was joy for you, അങ്ങേക്ക് while it was joy for us, ഞങ്ങൾക്ക് സന്തോഷമായപ്പോൾ it was pain and agony for you. അത് അങ്ങേക്ക് വലിയ പ്രയാസവും വേദനയും കൊണ്ടുവന്നു. While it was salvation for us, ഞങ്ങൾക്കത് രക്ഷയായിരുന്നപ്പോൾ Jesus became as if he had sinned. യേശു ക്രിസ്തു പാപയാഗമായി മാറി. Thank you, Lord. നന്ദി കർത്താവേ. In Jesus' name I pray, amen. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. Praise God. Thank you so much. God bless you. Have a great Christmas. അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്മസ് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.